തുറക്കി വായിച്ച നമ്മള് വായിച്ചോണ്ട് ഞാനൊരു കാര്യം പറയാം. ഞാൻ ചിലപ്പോ നിങ്ങളെ ലൈഫിലുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോ ഞാൻ പറയും. അതിന് ഓക്കെ ആണോ? അതിന്റെ പേരിൽ നിങ്ങള് ഭാര്യയും ഭർത്താവും തമ്മിൽ നാളെ പിന്നെ അതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാവരുത്. ലൈഫ് പക്ഷെ പറയരുത് ഞങ്ങളോട് ആദ്യം പറഞ്ഞാണ് ഞാൻ പറയുന്നത്. അതിന് ഓക്കെ ആണെങ്കിൽ ഒരു ലവർ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം പറയാം. അല്ല, ഞാനൊരു കാര്യം ആദ്യം അല്ല, ഇതിന്റെ പേരില് ഞാനിത് കഴിഞ്ഞിട്ട് ഞാനാണ്ട് പോകും. ഓക്കെ പിടിച്ചു അവരെ പിടിച്ചു. അല്ല, ഞാൻ പിന്നെ തമാശക്ക് പറയാം. എന്റെ പൈസ സെൻഡ് ചെയ്യണേ. സ്കൂൾ പഠിച്ച കുട്ടിയാണ്. അതിനിപ്പൊ ഇതിനെ പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടല്ലോ. ഇത് കോളേജിൽ പഠിച്ച കുട്ടിയാണ്. ഇപ്പോഴും 10ാം ക്ലാസ് പഠിച്ച കുട്ടിയല്ലേ. ഇപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം താത്താ? ഞാനും മറ്റേ പീപ്പിൾസ് വില്ലേജിക്ക് പോവാൻ നിക്കാണ്. എങ്ങോട്ടാ അമ്മ പോണേ? ഞാൻ ചോട്ടിന്റെ അടുത്ത്. അല്ല, എന്തിനാ പോണേ? എന്തിനാന്നുള്ള കാര്യം എന്തോ പരിപാടി ഉണ്ടല്ലേ അവിടെ? എനിക്കേ അറിയുള്ളൂ. എന്നെ പിടിച്ചാലൊക്കെ ശരിയാവും. ഇന്നെ പിടിച്ചാൻ ഇത് ഒത്തോക്കെ ആക്കിയല്ലേ, അറിയില്ലല്ലോ. എന്തെങ്കിലും അമ്മ എന്തെന്നത് പരിപാടി? എന്തോ നോട്ടീസ് ഒക്കെ പറയുന്നത്. നോട്ടീസാണ്. എല്ലാരും കള്ളത്തരുന്ന് പൊളി. ഒരു എനിക്കൊരു കള്ളത്തരമില്ല. ഫോൺ നമ്പർ, ആധാർ നമ്പർ, പിന്നെ ജനിച്ച ആശുപത്രി. ഞാനിത് ആദ്യമായിട്ടാണ്. എനിക്ക് ഇതിന്റെ പേരൊന്ന് നേരെയായി കിട്ടുമെന്ന് അറിഞ്ഞാൽ അതൊക്കെ കിട്ടുക. പഞ്ചായത്ത് അറിയിട്ടല്ലേ? നറുക്കെടുക്ക്. എന്താ കാട്ടത്? പേര് എഴുതല്ലേ? അത് ഞാൻ എന്താ പറയാ, ഞാൻ കുറച്ച് ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. ആ കൊണ്ടുവന്ന അതിൽ ഇത് വെച്ചിട്ട് അതിൽ ഞാൻ കുറച്ച് ആൾക്കാരെ പേര്, നിങ്ങളെ പേരൊക്കെ എഴുതിയാണ്. അതിൽ ആരെ പേരാണ് ഫസ്റ്റ് കിട്ടണേ ഓലെ ചെയ്യും. എനിക്ക് ഫസ്റ്റ് ഓരെ ചെയ്യാൻ ഞാൻ പറയുമ്പോ ഉമ്മമാനെ ജഡ്ജ. അല്ല, അത് ഞാൻ ഒരു കാര്യം പറഞ്ഞോളൂ. ഞാൻ നിങ്ങളെ കാമുകിമാര് നിങ്ങളെ ലൈഫിൽ നടന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയട്ടോ. നിങ്ങളെ കള്ളത്തരങ്ങള് നിങ്ങൾ ആരും കാണാതെ വായി നോക്കി അടക്കം എനിക്ക് പറയാൻ കഴിയും. നോക്കി കണ്ണ് പെടാതെ തെഞ്ഞു നടക്കുക. ഇയാള് പോവോളോ? അയാളെ കണ്ണക്ക് കൊറേ നോക്കണ്ടോ അമ്മായിയെ? അയാൾ എങ്ങോട്ട് നോക്കിയാലും കണ്ണുക്ക് നോക്കരുതട്ടോ. അയാള് കണ്ണേറ്റാണ്, കണ്ണുമാണ്. അയാള് ഐ കോണ്ടാക്ട് ആണ്. അപ്പൊ അങ്ങനെ കണ്ണുക്ക് നോക്കണ്ടാന്ന്. അയാളെ ഞമ്മളെ കണ്ണുക്ക് നോക്കുന്നതോടെ അയാള് വായിച്ചെടുക്കുന്നേ. കണ്ടിട്ടില്ലേ? നറുക്കെടുപ്പാണ്. അപ്പൊ കുഴപ്പമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്തും ഞാൻ തുറന്നു പറയട്ടെ. അതിന് ഓക്കെ ആണെങ്കിൽ മാത്രം പരിപാടിക്ക് വന്നാൽ മതി. ഇല്ലാന്നൊക്കെ പറഞ്ഞാല് ഞാൻ കൊറേ ആൾക്കാർ ഞാൻ നമ്മക്ക് അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾക്ക് ആകെ ഒരു റേഷൻ കാർഡും ഉണ്ട്, ഒരു വാട്സപ്പും ഉണ്ട്. എന്ത് ആ പോണീന് മുന്നൊന്ന് പറയണേ. 2026 ഉമ്മമാന്റെ പേരേ ഒന്ന് റെഡി ആവുമെന്നേ. അത് ലാസ്റ്റ് ഉമ്മമാന്റെ കണ്ണൊക്കെ നോക്കിയിട്ട് അയാള് പറയൂട്ടോ. അറിയണല്ലോ. ചെയ്യാൻ പറ്റുമോ? ആ കിടക്കും. ബോധം തന്നെ ഉണ്ടാവൂല. തൊള്ളൊർന്ന് കിടക്കും. അയാളെ കണ്ണക്ക് നോക്കണ്ട. ഓർമ്മക്ക് പോവും. അത് നമുക്കറിയാലോ. അത് എങ്ങനെ സംഗതി നമുക്കറിയാലോ. അതിന് ഓക്കെ മാത്രമായിട്ട് ഞാൻ ചെയ്യുള്ളൂ. ലാസ്റ്റ് ഇന്ന നോക്കി ഇന്ന ലാസ്റ്റ് നമുക്ക് ലാസ്റ്റ് നോക്കി ഇപ്പാന്റെ വെജായി അതൊക്കെ അറിയാം. അത് കഴിയൂല എനിക്ക്. ഇപ്പാന്റെ
ബാലൻസിന്റെ പ്രശ്നം അതങ്ങനെ നോക്കിയാല് എപ്പൊ ശരിയാവുന്നുള്ളൂ. അങ്ങനെയല്ല, ഇപ്പൊ ശരിയാവുന്നുള്ളതല്ല. എങ്ങനെ വന്ന് ഇത് മനസ്സ് റീഡ് ചെയ്യാൻ കഴിയൂലേ? ടെൻഷൻ ഉണ്ടോന്ന് അപ്പൊ പല മനസ്സിൽ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടോ കണ്ടെങ്കിലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ല അത് നമുക്ക് ഒരാളെ കാണുമ്പോ തന്നെ ഓരോ ഹിപ്നോട്ടിസം ചെയ്യുമ്പോ തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതറിയാൻ പറ്റുള്ളൂ. നമുക്ക് പോവല്ലേ എന്റെ മുഖത്ത് എന്തോ കള്ളത്തരം നോക്കി കണ്ണുക്ക് നോക്കണ്ട കണ്ണുക്ക് ഇങ്ങനെ നോക്കിന്നേ. നോക്കി അതാ പണി എടുക്കണ്ട. കണ്ണ് തെറ്റിക്കരുത്, കറക്റ്റ് കണ്ണുക്ക് തന്നെ നോക്കണം. എന്റെ കണ്ണെന്തൊക്കെയാ അതാവും അത് പോവുകയാണ്. അതാണ് അതല്ലേ പറഞ്ഞ കണ്ണുക്ക് നോക്കല്ലേന്ന്. അതല്ലേ ഞങ്ങളൊക്കെ വേക്കിട്ട് നടക്കണെന്താ. അയാൾ ഒരാള് നോക്കണെങ്കിൽ 10,000 ഉറുപ്പിയാണ്. ഗൾഫിക്ക് പോണ കാര്യമൊക്കെ അറിയാലോ. ആരെ ഗൾഫിക്കോട് അതായത് നിങ്ങളെ ലൈഫിൽ നടന്ന കാര്യങ്ങളൊക്കെ ഒക്കെ പറഞ്ഞുതരാൻ പറ്റും. അതായത് നിങ്ങളിപ്പോ എന്തെങ്കിലും പണ്ട് വള മാല ആരെങ്കിലും ഒക്കെ കട്ടെടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ വേണമെങ്കിൽ നിങ്ങളെ മനസ്സിലുണ്ടെങ്കിൽ ഓനക്ക് റീഡ് ചെയ്യാൻ കഴിയും. നിങ്ങളെ കള്ളത്തിലൊക്കെ മറന്ന സംഭവങ്ങളില്ലേ കിട്ടും. അതായത് ഉമ്മമാന്റെ മൈൻഡിലെ ടെൻഷനും കാര്യങ്ങളൊക്കെ മനസ്സിലെ ടെൻഷനും എല്ലാ കാര്യങ്ങളും വായിച്ചെടുക്കും. നമ്മളെ മനസ്സിലുണ്ടാവണ ആ സാധനം. അതെ പാതി പോയിട്ടുള്ളൂ, ഫുള്ള് പോയിട്ടില്ല. ഇനി നോക്കണ്ട. അല്ലേ വന്നാ ഇപ്പാന്റെ നോക്കാലോ നമുക്ക്. അതാണ് പിന്നെ അതിലോട്ട് നടക്ക്. ഇതാണ് നമ്മളെ ആപ്പാപ്പാന്റെ ചെക്കം. ഓനൊന്ന് കളത്തിലിറങ്ങിക്കണല്ലേ. പറയണ്ട പേര് അറി. നമ്മളെ ആങ്ങളെ കുട്ടിയാണ്. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. നിങ്ങളിപ്പോൾ കുറേ നേരം വിചാരിച്ചിട്ടുണ്ടാവും ഇതെന്താ പരിപാടി, ഇൻട്രോ ഇല്ല കാര്യങ്ങളില്ല, ഇതെന്താ നിങ്ങൾക്ക് അറിയണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ പ്രേങ്ക് ചെയ്യാണ്. കുറേ കമൻറ്റിൽ പ്രേങ്ക് ഫസൽ ഫാമിലിനും പെരക്കാർ ഇനിയും ചെയ്യുമെന്ന് ചോദിച്ചേക്കണേ. അപ്പോൾ നമുക്ക് ഒന്നായിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്രാവശ്യം എൻ്റെ ഒപ്പം ആരൊക്കെ നിൽക്കണേ വെച്ചാൽ ചെറിയാപ്പ് ഉണ്ടാനുണ്ട്, മോണ്ടനുണ്ട്. ഞങ്ങൾ 4 ആളാണ് ഗ്യാങ്. ആർക്കിട്ടാ പണി കൊടുക്കണമെന്ന് വെച്ചാൽ ഇമ്മ, താത്ത, അമ്മ, ഇമ്മമ്മ, ഇപ്പ ഓല് 4 ആക്കുവാണ്. എന്താണ് ചെയ്യണതെന്ന് വെച്ചാൽ ഹിപ്നോട്ടിസം ചെയ്യുക. മെൻ്റലിസം അല്ലേ ഇങ്ങനെ അത് ചെയ്യുകയാണ്. മെൻ്റലിസം ചെയ്തിട്ട് നമ്മളെ ഉള്ളിൽ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നങ്ങനെ മെൻ്റലിസം ചെയ്ത് കടത്തുമ്പോൾ കണ്ണ് തുറക്കുമ്പോൾ പിന്നെ ഞാൻ കാണുന്നത് എൻ്റെ കാമുകനെക്കാരോ. അതായത് ചെറിയാപ്പൂനെ മുന്നിൽ നിർത്തിയിട്ട് ഓല് പറയുന്ന ചെറിയാപ്പൂനെ ആവില്ല ഓള് കാണുക. ആരാണോ ഓളെ കാമുകം ഓലെക്കാരം പിന്നെ ഓളെ കണ്ണിൽ കാണുക. അപ്പം ഇനി ചെറിയാപ്പൂനോട് ഇങ്ങനെ പറയും ഒച്ചമുള്ളിയൊന്നും ഉണ്ടാക്കരുത്, ലൈഫാണ്, കുട്ടിയുണ്ട്, എന്താ പറയുക, പ്രശ്നവും കാര്യമൊന്നും ഉണ്ടാക്കരുത്, തമാശക്ക് മാത്രം ചെയ്യുന്ന പരിപാടിയാന്നൊക്കെ പറഞ്ഞ് ചുറ്റും വേചാറാക്കും. അപ്പൊ നമ്മളെ ഇൻട്രോയിൽ ഒരാളും പാടെ വരുന്നുണ്ട്. സംഭവം തിജ്ജ് പാറും. ഷംനന്റെ കജ്ജിലാണൊക്കെ. എന്റെ കജ്ജിലായിട്ട് വെച്ച് കൊയക്കും. ഞാൻ വെള്ളം കുടിച്ചറിയില്ല, ഭയങ്കര കൊയക്കാണെന്ന് പേടിച്ചിട്ടാണ് തോന്നുന്നുണ്ട്. എന്തേലൊക്കെ ആവും ഗൈസ്. കാരണം പറഞ്ഞു കഴിഞ്ഞാ അമ്മായിലൊക്കെ തട്ടിച്ചു വിട്ടിക്കണ നിങ്ങൾ മുന്നേ കണ്ടാണോ? ഇമ്മക്ക് ആകെ പേടിച്ചാണ് പോയിക്കണ്. ആരും കണ്ണ് നോക്കണില്ല കേട്ടോ. അപ്പൊ മൂപ്പരെ കണ്ണൊക്കെ ആരും നോക്കണില്ല. അമ്മ സെറ്റാവും അല്ലേ? ടെൻഷനില്ല എനിക്ക്. എന്തായാലും വരുന്നോട് വെച്ച് കാണട്ടെ. ചെറിയപ്പോ കണ്ട് ഫുൾ സപ്പോർട്ടാണ്. എല്ലാവരും ഫുള്ള് സപ്പോർട്ടാണ്. ഇമ്മമ്മക്ക് ആകെ അന്തം മുട്ടാണ്. ഇമ്മമ്മ പറയുന്നത് എന്താ പറയുക, മെച്ചിന്റെ പെരന്റെ എന്തേലൊക്കെ ആകുമോ, അടുത്ത കൊല്ലം കഴിഞ്ഞ് പെരപ്പണി കഴിയാന്നൊക്കെ ഇമ്മമ്മ പറയുന്നത്. അസുഖം മാറ്റി തരുമോ അതൊക്കെയാണ് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും കഴിച്ച് നമുക്ക് ഇറങ്ങാൻ നോക്കല്ലേ. ഓരോ ടൈം നമുക്ക് ഇവിടെ ആക്കണില്ല. കാരണം പറഞ്ഞാൽ നമുക്ക് അവിടെ ചെന്നിട്ട് അവിടെയും ഒരുപാട് പണികളുണ്ട്. ബാങ്ക് കൊടുക്കണ്ട. എന്തായാലും നമുക്ക് നേരെ അവിടെ പോവാം. ഇതാണ് നമ്മളെ എന്താ പറയാ മെന്റലിസം ചെയ്യാൻ പോണ ആള്. ഞങ്ങളെ ഇറക്കുമതി ചെയ്തതാണ്. എന്റെ ചിലപ്പോ ചില ആൾക്കാർക്കൊക്കെ അതായിട്ട് അറിയാം ഈ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തോട്ടെ. പേരാ എന്റെ പേരാ ഐക്കരപടി. നല്ല ഡീറ്റെയിൽ പറഞ്ഞു കൊടുക്കണം. വെറുതെ ആൾക്കാർ അവിടെ വന്നടി. അതായത് ഇങ്ങനെ സംഭവം ഇങ്ങനെ പരിപാടിയല്ലല്ലോ. ഞാൻ ഇത് പ്രാങ്ക് ഇതുവരെ ചെയ്തിട്ടില്ല. നമ്മള് ആക്ഷൻ കട്ട് മാത്രമേ അറിയുള്ളൂ. വേറൊരു പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. അതായത് ഇങ്ങനെ വീഡിയോ എടുത്ത് അടക്കാന്നുള്ളൂ. സത്യം പറഞ്ഞാൽ മെന്റലിസത്തിന്റെ ആളൊന്നല്ല. നമ്മള് ഇതേ മൈക്ക് പുറത്തുനിന്ന് വീഡിയോ ചെയ്യാൻ ഒരാളെ ഇറക്കിയെന്നുള്ളൂ. അല്ല അവിടെ നല്ല എല്ലാരും അറിയുന്ന ആൾക്കാരാണ്. അപ്പൊ പൊളിയോ അല്ല അവിടെ ഈ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ ചെയ്തൊക്കെ വരുന്ന സമയത്ത് ലാസ്റ്റ് എന്താ പറയാ നല്ല ആരോഗ്യമുള്ള ആൾക്കാരൊന്നും അവിടെ ഉണ്ടാവില്ലല്ലോ. ചിലപ്പോ അടി ഏത് വൈക്കും. യൂട്യൂബ് ചെയ്യണോണ്ടല്ലാതെ ആരും അങ്ങനെ മൈൻഡ് ആക്കൂല. കുഴപ്പമില്ല. ഞങ്ങൾ വീഡിയോ ചെയ്യണോണ്ട് വിചാരിക്കുള്ളൂ. അല്ല ഇനിയിപ്പോ ഇതൊക്കെ പറഞ്ഞു കിട്ടൂല പോരെ. അല്ല ഇറങ്ങി ഓടാ ഒരു എന്നാലും നിങ്ങളെ നല്ലൂലേ.
എന്തായാലും സീനില്ല, നമുക്ക് ഓവറായിട്ട് ഇവിടെ നിന്നാണ് ടൈം ഡിലേ ആക്കണം. നേരെ നമുക്ക് അങ്ങോട്ട് പോവാം. കാരണം ഇമ്മി പിന്നെ അമ്മായി താത്തി എല്ലാവരും അല്ല അമ്മായിനാണ് കോമഡി. കണ്ണൊക്കെ നോക്കിയപ്പോ കണ്ണെന്തോ ആവണെന്നൊക്കെ അറിയാം. ഒറിജിനാലിറ്റി കിട്ടിയേക്കും. ബാക്കി എന്തായാലും ഇമ്മ തിരിട്ട് കൊടുത്തോളൂ. കാരണം പറഞ്ഞ ഇമ്മക്ക് എന്തെങ്കിലും ഇതാക്കി ഇമ്മ നല്ലോണം ഏരി കയറ്റി പറയുന്ന ആളാണ്. ഇനി അവിടെ ചെന്നിട്ട് എന്തായാലും കയറ്റി പറഞ്ഞു കൊടുക്കുക. അപ്പൊ എന്റെ കണ്ണിന് എന്തോ ആവണെന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണൊക്കെ ഇങ്ങനെ അതെങ്ങനെയാണ്. അപ്പൊ നമുക്ക് എന്തായാലും നേരെ പോയേക്കാം. സെറ്റ് പോലെ ചെക്കന്മാരൊക്കെ മാറ്റിക്കുന്നുണ്ട്, പുതിയതൊക്കെ ഇട്ട് ടച്ച് വാച്ചൊക്കെ കെട്ടി മെന്റലിസത്തിന്റെ ആളെ കാണാൻ നിക്കുന്നുണ്ട്. എന്നോടൊക്കെ എന്തൊക്കെ ചോദിച്ചാൽ അതാണ് കേട്ടോ, അതിന്റെ കണ്ണൊക്കെ എല്ലാം നോക്കണ്ട കേട്ടോ. കാലാരാ നമ്മളാളല്ല, അതൊന്നും മെന്റലിസം ചെഫിനൊക്കെ പുതിയതിട്ടൊക്കെണ്ട്. ഇവിടെ ഇഷ്ടമ്മ അങ്ങോട്ട് കസാര ഇട്ടോർക്കി. ഇവിടെ ഇസ്തി ഇരിക്കട്ടോ. വരുമ്മ വള്ളണ്ടോ? അടുക്കളയിൽ ഇരിക്കല്ലേ നല്ല എന്തിനാ ഉമ്മ ഇവിടെ വരി. ഉള്ളിൽ കൊന്നുകൊണ്ട വലിയ ആളല്ലേ. ആ ഉണ്ട്, അതിന്റെ ATM കാർഡ് ഉണ്ട്. ATM കാർഡ് ഉണ്ട്. ഞാനും നിങ്ങളെ പോലുള്ള ഒരാൾ തന്നെയാണ്, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. വരി വരി. കണ്ടില്ലേ നിങ്ങള് പർദ്ദ മാറ്റിയോ? പർദ്ദ ഇട്ടാ നല്ലാവും. കാരണം ഒരു ഇതേ ഉമ്മമാന്റെ കാര്യങ്ങൾ പറയണ്ടേ ശരിക്ക് ബ്രോ? ഉമ്മമാന്റെ കാര്യങ്ങൾ പറയണ്ടേ? അങ്ങനെ ഉണ്ടോ? ആദ്യം പോണോരൊക്കെ കേൾക്കും. അത് കേൾക്കുന്നില്ല. അല്ല നിങ്ങളെ കാര്യങ്ങള് ചെലപ്പോ എല്ലാരും അറിയും. നോക്ക് പുതിയതൊക്കെ ഇട്ടേക്കണോ? ഓക്കെ ആണെങ്കി മതി. നിങ്ങളൊക്കെ ഉണ്ടാവട്ടോ. ടെൻഷനോ? ടെൻഷൻ അടിച്ചിട്ടൊന്നും കാര്യമില്ല. എല്ലാ കാര്യങ്ങളും പറയും. എടാ ഇജ്ജ് എന്റെ ക്ലാസ്സിലെ ഒരു പെൺകുട്ടീനെ സ്ഥിരമായിട്ട് ലൈൻ അടിക്കല്ലേ? ആ അതാ അവനെ. ദൈവമേ മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അതാ അവനെ. എന്നെ കണ്ടാൽ അറിയിച്ച് എന്തിനാണ് ആ പെൺകുട്ടീനെ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ നോക്കണേ? ഓള് കാണാ എപ്പോ കണ്ണ് നോക്കണ്ട. അല്ല ഓനൊരു പെൺകുട്ടീനെ സ്ഥിരമായിട്ട് ഓന്റെ ക്ലാസ്സുള്ള ഒരു കുട്ടീനെ, മൂന്നാമത്തെ ബെഞ്ചുള്ള കുട്ടീനെയാണ് അവൻ നോക്കല്. സ്കൂൾക്ക് പോണെന്നെ ഓളെ കാണാൻ വേണ്ടിട്ടാ. വെറുതെ ഇവിടുന്ന് മുറിയായി കടന്നിട്ട് പിറ്റേ ദിവസം വണ്ടി പോയതില്ലേ ഉണങ്ങാതെ. കണ്ണു നോക്കണ്ടോ? വേദനക്ക് മൂപ്പർക്ക് പോണല്ലോ. എന്നാ ആദ്യേ എല്ലാരും നമുക്ക് വരിക്ക് ഇരുത്താം. എന്നിട്ട് മൂപ്പരാ നറുക്കെടുക്കല് ചെയ്യണേ. മൂപ്പര് നറുക്കെടുക്കാണല്ലോ. വരി വരി വരി. എന്നാ പുറത്തേക്ക് ഇരിക്കും, പുറത്തേക്ക് ഇരിക്കും. നിക്ക് നിക്ക് അമ്മായി എല്ലാവരും നിക്ക്. ചെറിയ പോന്നു അമ്മ പുറത്തേക്ക് ഇരിക്കും, പുറത്തേക്ക് നിക്ക് നിക്ക്. വരി വരി വരി. എന്താ നിങ്ങളെ വീട്ടിലുള്ള ആൾക്കാരുടെ പേരൊക്കെ ചോദിച്ചില്ലേ? ആ പേരുകളൊക്കെ ഞാൻ എഴുതി ഒരു കടലാസിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിന് ഞാനൊരു നറുക്കെടുക്കും. അതിൽ ആരുതാണ് കിട്ടണേ ഓലെ ഫസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ചെയ്യാൻ ഇഷ്ടം അമ്മായിനാണ്. നറുക്കെടുക്കാതെ അമ്മായി ചെയ്യാൻ അല്ല. പക്ഷെ എനിക്ക് നിങ്ങളെ കണ്ണിലാണ് എന്തൊക്കെയോ കള്ളത്തരങ്ങൾ അമ്മായിക്കും എന്തോ കള്ളത്തരം. എന്താ രണ്ടാളെ നല്ല നല്ല ചിരിച്ചിട്ടുണ്ട്. ഉടായിപ്പ് മൊത്തം പൊളിയുന്നത്. എന്തായാലും കണ്ണുക്ക് നോക്കിയിട്ടാണ് ഹിപ്നോട്ടിസം ചെയ്യണത്. അതാണ് കണ്ണ് പൊത്തിപ്പിടിച്ച് കുത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ടൊന്നും കാര്യമില്ല. എന്തായാലും നറുക്കെടുപ്പില് ഒരു ചൂടും പോകയില്ല. ഒന്നുമില്ല. നമുക്ക് നോക്കാം. ചെറുപ്പത്തിലുള്ള കാര്യമൊക്കെ വരട്ടെ.
ഉമ്മമാക്ക് ലൈൻ ഉണ്ടായിരുന്നുള്ള കാര്യം പറഞ്ഞാലോ? ഉമ്മമാക്ക് ലൈൻ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ പറയട്ടെ. ചെറുപ്പത്തിൽ എന്തെല്ലാം ഉണ്ടായിനി ഉമ്മാന്റെ ചെറുപ്പത്തിലെ ക്രഷിനെ കുറിച്ചിട്ടുള്ള പറയാ. ലാസ്റ്റ് പറയാം എല്ലാം അത് പറയട്ടെ. കഴിഞ്ഞ കാര്യങ്ങളൊന്നും പറയാം. അതൊക്കെ പറയും. എല്ലാരും നോക്കണം കേട്ടോ. അതെ അതെ പരിഗണിക്കണം. എല്ലാരും ഉണ്ട്, എല്ലാരും പേര് എഴുതിക്കണ്, മൂപ്പരയിലുണ്ട്. അല്ല ഞാൻ നിങ്ങളെ കാര്യങ്ങളൊക്കെ പറയും. അത് എന്താന്ന് വെച്ചാല് അത് ഓക്കെ ആണെങ്കിൽ മാത്രം, അല്ലാത്തവര് ഇപ്പളേ പറയണം കേട്ടോ, പറ്റില്ല എന്നുള്ളത്. ആ പ്രശ്നമുള്ള കാര്യങ്ങള് സത്യം പറഞ്ഞിട്ട് പിന്നീട് വരുന്നില്ല. ഞാൻ വെറുതെ പറഞ്ഞു. സീരിയസ് ആയിക്കണ് കേട്ടോ, കാരണം മൂപ്പരം പറഞ്ഞു ഓന്റെ കണ്ണ് നോക്കാൻ മതി, അവിടെ ആ കൂളിംഗ് ക്ലാസ് വിട്ടുപോയി. കണ്ണ് വെട്ടുന്ന മതി. എന്നാ ഭയ നമുക്ക് തുടങ്ങിയല്ലോ. എന്തായാലും അറിയോ ലോകം ഉടായിപ്പാണ്. ഉടായിപ്പൊക്കെ പഠിക്കാനാണുള്ളൂ. മൂപ്പരിക്ക് നേരം പെയ്യുണ്ടാവും, നമുക്ക് ഇത് പെട്ടെന്ന് തീർക്കാൻ നോക്കാം. ബാ വരി, നിങ്ങൾ നറുക്കെടുക്കലാണ്. ഞാനൊരു 4-5 പേരെ ഇത് എഴുതിയാണ്. അപ്പൊ അതില് ഇപ്പൊ എന്താ പറയാ, ഞങ്ങളെ പേരുകള് പെണ്ണുങ്ങളെ പേരുകള് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പൊ ബാക്കി ഞങ്ങള് കഴിച്ചില്ലേ, നമ്മള് കഴിച്ചില്ലായി. അത് ഇതെന്താ പറയാ, പ്രമോഷനും മഴയാണ്. അപ്പൊ നിങ്ങളുടെ ആകുമ്പോ കുറച്ച് വായിക്കാണ്ടാവൂല തോനെ. നമ്മക്കറിയാം സ്വയല് വേറെ അല്ലേ. നിങ്ങളത് ഞാൻ എഴുതിയാണ്. ഞാൻ അത് എല്ലാത്തും കൂടി മിക്സ് ചെയ്തിട്ട് ആണുങ്ങളതും പെണ്ണുങ്ങളതും എല്ലാം കൂടെ മിക്സ് ചെയ്യാം. എന്നിട്ട് അതിൽ ആരതൊക്കെയാണോ കിട്ടണത് എന്നിട്ട് ഞാൻ അത് കൊടുക്ക. അതില് ഉമ്മ എടുത്തോട്ടല്ലേ ഫസ്റ്റ്. ആയിക്കോട്ടെ, ഉമ്മമാനെ കൊണ്ട് ഇടിപ്പിച്ചല്ലേ, അത് നല്ലൊരു അതിനൊരു ബർക്കത്ത് ഉണ്ടാവും. മാക്സിമം ഇമ്മാനെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോളി. സംഭവം നറുക്കിട്ട് എടുക്കാൻ പോണേ, ആർക്കാണ് കിട്ടാൻ നമുക്കറിയില്ല. അതൊന്നും പറ്റില്ല. അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അറിയാത്ത കാര്യമില്ല, ഞങ്ങൾ മനസ്സിലുള്ള കാര്യമാണ് വരുന്നത്. കിട്ടുകയാണെങ്കിൽ ചിലപ്പോ നിങ്ങളെ ഇതാക്കും. പറയാൻ പറ്റില്ല, മൂപ്പര് നറുക്കെടുക്കട്ടെ, അതില് തീരുമാനിച്ച ആരാണ്. എന്തുകൊണ്ട് മനസ്സിലായി. എന്തായാലും നല്ലൊരു കണ്ടന്റ് ആണ്. അല്ല നിങ്ങളൊന്ന് കണ്ണൊക്കെ നോക്കിയാണ്. എന്നാ നമുക്ക് തുടങ്ങാം. ഉമ്മമാനെ കൊണ്ട് നറുക്കെടുപ്പിച്ചാണ് ഗൈസ്. അത് തുറക്കി അതിൽ ആള് പേരെ നോക്കി പേര് തുറക്കി, അത് തുറക്കി വായിച്ച നമ്മള് വായിച്ചോണ്ട് അത് നിക്കേണ്ടി വരും. അങ്ങനൊന്നുമില്ല, ഈ കിട്ടിയ ആള് നിക്കേണ്ടി വരും. ആദ്യം പറഞ്ഞതാണ് കിട്ടിയ. ഞാൻ ഒരു കാര്യം പറഞ്ഞത്, ഒഴിവാക്കിയ ചെലവിന് അത് ഇത്ര എന്തേലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയപ്പോ സീരിയസ് ആക്കരുത്. ഒരു തമാശ എന്നുള്ള രീതിക്ക് എടുക്കേണ്ടി വരും. നല്ല ടെൻഷൻ ഉണ്ടല്ലോ. ജിന്ദിനെ പേടിച്ചിട്ട് മനുഷ്യന്മാരല്ലേ അറിയാതെ ഞാനൊരു കാര്യം പറയാം. ഞാൻ ചിലപ്പോ നിങ്ങളെ ലൈഫിലുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോ ഞാൻ പറയും. അതിന് ഓക്കെ ആണോ, അതിന്റെ പേരിൽ നിങ്ങള് ഭാര്യയും ഭർത്താവും തമ്മിൽ നാളെ പിന്നെ അതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാവരുത്. ലൈഫാണ്, നമ്മളൊക്കെ ജീവിതത്തിൽ ചിലപ്പോ പല കാര്യങ്ങളും നടന്നു പോയിട്ടുണ്ടാവും. ഒഴിവാക്കാൻ പറ്റില്ല. പ്രേമിച്ച് കല്യാണം കഴിച്ചല്ലേ എന്റെ പെരക്കാര് കെട്ടിച്ചല്ലേ, അത് നമുക്ക് ഇവിടെ തെളിയോ, അത് നമുക്ക് അറിയാൻ പറ്റും. മനുഷ്യന്മാരാണ്, പ്രേമുണ്ടാവും, സങ്കടം ഉണ്ടാവും. ഇജെന്തിനാ പേടിച്ചെന്തിനാ, അനക്കെന്ത് പേടി? അല്ല കല്യാണത്തിന് മുന്നേ ഞങ്ങള്
പ്ലസ് 1 കഴിഞ്ഞിട്ടല്ലേ കണ്ടേ. അല്ല നോക്കട്ടെ ഇപ്പൊ ഏതായാലും ഇപ്പൊ ഇപ്പത്തെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ +1 ആവണ്ട, ഒക്കെ 4ാം ക്ലാസ് തൊട്ടിട്ട് പ്രേമവും കാര്യം. അവന്റെ കാര്യം ഉണ്ടല്ലേ ഇപ്പളേ തുടങ്ങിയത്. അല്ല അല്ല ഞാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ ഞാൻ ഓപ്പൺ ആയിട്ട് പറയും. അതിന്റെ പേരിൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവോ? അല്ല കാര്യം അതിന് ജീവിതാണ് കുട്ടിക്ക് 4 അല്ല അതിന് ഓക്കെ അല്ല ഞാൻ കാര്യങ്ങളൊക്കെ പറയും. അതിന്റെ പേരിൽ സീരിയസ് കാര്യം പറയണ്ടേ? എന്തേലും മനസ്സാവാചകടമായ ചിലപ്പോ അറിയാത്ത രീതിയിലൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ അറിയാതെ പറ്റുന്ന കാര്യങ്ങളൊന്നും ഞാൻ പറയില്ല. അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ടോ വേറെ എന്തെങ്കിലും ഞാൻ പറയും. ഇത് പറയാതെ ആരോടേലും പ്രേമം തോന്നി പക്ഷെ പറഞ്ഞിട്ടില്ല. അവൻ വരുമോ? അതൊക്കെ വരും. എടി എന്റെ എല്ലാ കാര്യങ്ങളും റേഷനാടേ ഒരു പേരും കൂടെ കൂട്ടാൻ പറയും. അപ്പൊ എങ്ങനെ അറിയാതെ എങ്ങനെ പ്രേമനടിക്കൊന്നും വരുന്നില്ല, അറിയാതെ പ്രേമം. നിങ്ങളുടെ ഇതിന്റെ മുന്നേ ആ അതല്ലേ നമുക്ക് ആലോചിക്കാം. കണ്ടോ ഷംനദിൽ എന്തൊക്കെയാ പറയാന്ന് കണ്ടോ കേട്ടോ, നോയിക്കോളി എല്ലാ യഥാർത്ഥം വരും. എന്തായാലും മുമ്പിൽ തുടങ്ങണം. മാസം 1000 എന്റെ എത്തുന്നു, 1000 എന്റെ എത്തുന്നു, എല്ലാരും തരുന്നട്ടോ. കഴിഞ്ഞു മമ്മ തറവാട്ട് വരെ അവിടെ VPL അല്ലേ, അവിടെ തോന്നരിക്കും ഇവിടെ APL ആണ്. വല്ലാതെ 2 ദിവസം നിൽക്കുമ്പോ പോയിക്കോളാറ്. എന്നാ ഓക്കെ അല്ലേ? വേറെ ഒന്നും പാട് നടക്കാൻ അല്ല ഞാൻ ആദ്യം പറഞ്ഞില്ലേ അല്ലേ, ഞങ്ങള് 2 ആളാണ് യൂട്യൂബ് തുടങ്ങിയത്. അപ്പൊ ഞാൻ മാപ്പിളല്ല, അതോളും മാപ്പിള പരിപാടി നോക്കി അതുപോലൊക്കെ ചെയ്യണ്ടേ. സ്കൂളിൽ പഠിച്ചപ്പോ ഒരാൾ എത്രയുണ്ടോ? അതായത് കാര്യങ്ങളൊക്കെ പറയണ വരെ, അതായത് ഇപ്പൊ ഇത് ഞാൻ ചെയ്യുമ്പോ ഉണ്ടല്ലോ, ഞാൻ വരെ ജസ്റ്റ് എന്താ പറയാ, ഞാൻ ഒരു ഹിപ്നോട്ടൈസ് ചെയ്ത് ഇപ്പോഴുള്ള ഈ പ്രസന്റ് എന്താ ഒരു 10 കൊല്ലം ഇത്ര വർഷത്തിലോട്ട് ബാക്കിലോട്ട് അങ്ങ് മാറും. അപ്പൊ ആ സമയത്ത് എന്താണോ ആ സമയത്തുള്ള, അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു മിനിറ്റ് ഞാൻ ഒന്ന് കണ്ണിലോട്ട് കുറച്ച് ഒന്ന് എന്റെ കണ്ണിലോട്ട് ഇങ്ങനെ നോക്കിക്കോ. കണ്ണ് കൃഷ്ണമണി കണ്ണടക്കരുത്, കണ്ണടക്കാതെ തന്നെ എന്റെ കണ്ണിലോട്ട് തന്നെ ഇങ്ങനെ നോക്കിക്കോ. കണ്ണടച്ചിട്ട് പോണ്. അതായത് നിങ്ങളോട് പറഞ്ഞോന്ന് എനിക്കറിയില്ല, ഇവൾക്കൊരു ലവർ ഉണ്ടേ. അല്ല ഞാൻ പറയണ തെറ്റൂല, അത് സത്യമാണ്. നിങ്ങളെ മുഖത്ത് നോക്കിയിട്ട്, പക്ഷെ അത് പറയരുത് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞാണ് ഞാൻ പറയുന്നത്. അതിന് ഓക്കെ ആണെങ്കിൽ ഒരു ലവർ ഉണ്ടായിരുന്നു. 10 വർഷം മുമ്പോ കുറച്ചു കാലായി. എന്താ വെച്ചാൽ ഏകദേശം എന്താ പറയാ, ആ പ്രണയം ഇപ്പോഴും ഉള്ളിലുണ്ട്. പക്ഷെ കല്യാണം കഴിഞ്ഞിട്ടും ആ പ്രണയം ചെറുതായിട്ടുണ്ട്. അത് സത്യമാണ്. ഒരു കാര്യം ചെയ്യാം, ഞാന് എന്താ പറയാ ഇവരെ മൈൻഡ് ഞാൻ മൊത്തത്തിൽ ഈ ഒരു റിയാലിറ്റി നിന്നാണ് കട്ട് ചെയ്യാൻ പോവാ. അപ്പം ഞാൻ റിയാലിറ്റിന്ന് കട്ട് ചെയ്യാണ്. അപ്പൊ അതിന്ന് മാറുന്ന സമയത്ത് എന്താന്ന് വെച്ചാൽ ഇവരെ എന്താ പറയാ, ഇവിടെ ആരെങ്കിലും ഒരാളെ ഞാൻ നോക്കാൻ പറയും. അത് ആ കാമുകനായിരിക്കും ഇവിടെ. അതിന് ഓക്കെ ആണെങ്കിൽ ഓക്കെ അല്ലേ? ഞാനല്ലേ റേഷൻ കാർഡ് മാറ്റി തന്നാ മീനൊക്കെ ഞാൻ വാങ്ങിക്കോളാം. അതിന് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് ചെറിയാപ്പൂനോടാണ് ചോദിക്കേണ്ടത്. വേറെ ഈ പ്രേമം അല്ല കറക്റ്റ് കസേര ഇരുന്നു. അല്ല നിങ്ങൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇത് ഷംനന്റെ കാര്യമാണ്. ഇത്രയും കൊല്ലം ജീവിച്ചില്ലേ, ഞാൻ തുടങ്ങിയിട്ടല്ലേ ഇരുന്നോ 2ാമത്തെ ഒപ്പം വേണ്ട തുടങ്ങിക്കോളി. ചെറിയ പോക്കല്ലേ? അപ്പൊ എന്റെ കണ്ണൊക്കെ നോക്കി. അല്ല ഞാൻ ആദ്യം പറയാം, അല്ല ഞാനൊരു കാര്യം ആദ്യം അല്ല ഇതിന്റെ പേരില് ഞാനിത് കഴിഞ്ഞിട്ട് ഞാനാണ്ട് പോകും. പിന്നെ ഇതിന്റെ പേരിൽ നാളെ നിങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടാവരുത്. ഇതൊക്കെ ലൈഫിൽ നടന്നു പോണ സംഭവമാണ്. ഇതെല്ലാ മനുഷ്യന്മാരുടെ ലൈഫിലും ഇതേപോലെ അങ്ങോട്ട് ചെയ്യണം. പക്ഷെ ഇവരിത് പറയുകയാണെന്നുണ്ടെങ്കിൽ നോട്ടെ അത് കണ്ടു നോക്കിയേ. പക്ഷെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ തുടങ്ങിക്കോളി. ഇനി വേറൊരു കാര്യം, ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ചെറിയ മിസ്റ്റേക്ക് ഒക്കെ പറ്റും. അത് കാര്യമാക്കി കേട്ടോ. അപ്പൊ സാധാരണ എനിക്ക് ഇതുവരെ ഞാൻ ചെയ്തതെല്ലാം 100% കറക്റ്റ് ആണ്. അതോടെ ഇതുവരെ തെറ്റിയിട്ടില്ല. 100% കറക്റ്റ് ആയിട്ടുണ്ട്. പക്ഷെ ഇത് നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ, ദൈവമല്ലല്ലോ. അപ്പൊ ഓക്കെ അല്ലേ? ആ ജസ്റ്റ് തല അവിടെ ജസ്റ്റ് അവിടെ വെച്ച ചിലപ്പോ നിങ്ങളുടെ ശരീരം മൊത്തം തളർന്നു പോകും.
നാരങ്ങളെ കളിക്കോളിട്ടോ. കുറച്ച് വെള്ളം എന്തെങ്കിലും ചെറിയപ്പോ ഏ? മമ്മ പേടിച്ചോ? അല്ല കുടിക്കാനുള്ള എന്തെങ്കിലും പെട്ടെന്ന് ഷുഗർ ഒക്കെ കുറയാൻ സാധ്യത ഉണ്ട്. അല്ല ഉമ്മമാർക്ക് സോഡിയത്തിന്റെ പ്രശ്നമുണ്ട്. പിന്നെ ചെയ്യണ്ടല്ലോ, ഞാനും പ്രഗ്നന്റ്. അയ്യോ പ്രഗ്നന്റ് എന്റെ ജീവിതം അങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ ഓക്കെ താത്ത രക്ഷപ്പെട്ടു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഷമ്മി ഒന്ന് ഞാൻ പ്രഗ്നന്റ് ആണ്. പറ്റുമോ? വെച്ചാൽ മതി. വേണമെങ്കിൽ കുറച്ച് വെള്ളം കുടിച്ചോ ഫസ്റ്റ്. ഉമ്മാക്ക് ചെയ്യണ്ട കേട്ടോ, സോഡിയം കുറഞ്ഞാൽ പറഞ്ഞു. കുടിച്ചോ വെള്ളം നല്ല കുടിച്ചോ, നല്ലതാ. കുറച്ച് വെള്ളം വെച്ചോട്ടോ. ഉമ്മ സോഡിയം കുറഞ്ഞ കാട്ടില്ലേ, ഒരു ബോധമില്ലാതെ അങ്ങനെ ഒന്നി ശമന കാട്ടാ. പിച്ചുമ്മയും പറയലൊക്കെ, അതായത് ബന്ധമില്ലാത്ത കാര്യങ്ങൾ വർത്താനം പറയും. ഒരു കാര്യം ഉമ്മമാക്ക് ജസ്റ്റ് ഇങ്ങനെ ആ തല അങ്ങോട്ട് ചാരി വെച്ചോ. അതിൽ ചിലപ്പോ പെട്ടെന്ന് കുഴഞ്ഞു പോകും. നമുക്ക് ബേക്ക് കസാല ജാണ് ബേക്ക് അതൊന്നും പോകൂല. ഉമ്മ പറഞ്ഞു പോയി ചടിച്ചാൽ മതി. അല്ല ഉമ്മ ഇവിടെ നിന്നോ. അല്ല ഉമ്മ അടുത്ത് ആണെന്നുണ്ടെങ്കിലേ ഒന്ന് പിടിക്കാൻ ഉമ്മ പേടിച്ചിട്ട് മാറിപ്പോയി. സോറി ഇപ്പൊ തന്നെ പറയുന്നേ. കണ്ണിട്ടാണ് കുത്തിരിക്കണ്ടേക്കോ. കണ്ണ് പോയി കഴിഞ്ഞതാ പറഞ്ഞിട്ട്. എന്നാ തുടങ്ങല്ലോ നമുക്ക്. തുടങ്ങിക്കോളി. അല്ല നിങ്ങളെന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അതെ അവര് അഥവാ വിഗാണെങ്കിൽ അവരെ പിടിച്ചേക്കണം കേട്ടോ. തല ചിലപ്പോ നിലത്തൊക്കെ പോയിട്ട് അടിച്ച് അങ്ങനെ. അതായത് കൊഴഞ്ഞു പോകും, ശരീരം മൊത്തം കൊയ്യും. എന്നിട്ട് പിന്നെ ശമന അല്ലതാവും. അതായത് ഷംന തന്നെയാണ്. പക്ഷെ അതായത് ഇവിടെയുള്ള ആൾക്കാരൊക്കെ ചിലപ്പോ ഇവരുടെ ലൈഫിൽ മുമ്പ് നടന്നു പോയ ആൾക്കാർ, അതായത് കാമുകനാവാം, ചിലപ്പോ അന്ന് ചിലപ്പോ ഇവളെ കൂടെ പഠിച്ച ആൾക്കാരാവാം. കണ്ടിക്കോക്കല്ലേ നാളെ നിന്നോ. എന്നാ ഓക്കെ, തല ജസ്റ്റ് ഇതിലോട്ട് ഒന്ന് കൈ പിടിച്ചോട്ടോ. ഇവരൊന്ന് കൈ പിടിച്ചു. ഈ ചൂണ്ടുവരലല്ലേ, അതായത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തിട്ട് എന്റെ കണ്ണൊക്കെ നോക്കി. തല അവിടെ ചാരി വെച്ചു. ഓക്കെ, ചിരിക്ക അല്ല, നിങ്ങള് റിലാക്സ് ചെയ്യും. അതായത് നിങ്ങള് ചിരിച്ചലടി റിലാക്സ് ചെയ്തിരിക്കും. ഓക്കെ, ഒന്ന് ഞാൻ ജസ്റ്റ് എന്താ പറയാ എന്റെ കൈ കൊണ്ട് ഇങ്ങനെ ഒരു ഇതടിക്കുന്ന സമയത്ത് ജസ്റ്റ് നിങ്ങൾ ആ പഴയ കാലത്തിലോട്ട് പോകും. ഓക്കെ, അപ്പൊ ആ സമയത്ത് നിങ്ങൾ പറയണത് നിങ്ങൾക്കൊരു കാമുകൻ ഉണ്ടായിട്ടില്ല എന്നാണ്. പക്ഷെ ഞാൻ പറയണത് അഖിൽ എന്ന് പറഞ്ഞിട്ടൊരു കാമുകൻ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അഖിലോ അഖിൽ പറഞ്ഞൊരു ചെറുപ്പക്കാരനായിട്ട് ഇവർക്ക് പ്രണയം ഉണ്ടായിരുന്നു. അത് ഓക്കെ, അതിന് ഓക്കെയാണ്. ഓക്കെ അഖിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറുപ്പക്കാരനായിട്ട് നിങ്ങൾക്ക് പ്രണയം ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം ഞാൻ 100% എഴുതി ഉറപ്പ് തരാം. ഓക്കെ, ഇവരെ പിടിച്ചു ഓക്കെ, ജസ്റ്റ് അവരെ പിടിച്ച് എഴുന്നേപ്പിച്ചോ. ഓക്കെ, എഴുന്നേപ്പിച്ചു. അതിനി ഞാൻ ഇതേപോലെ വീണ്ടും ചെയ്ത ഓക്കെ. അപ്പൊ അഖിലിനെ എന്താ പറയാ, ഈ കൂട്ടത്തിൽ അഖിലിനെ കാണാൻ പറ്റുമായിരിക്കും. ഇവിടെ ഉള്ള ഒരാള് അഖിലായിട്ട് മാറും. ജസ്റ്റ് അവരെ തല അങ്ങോട്ട് വെച്ചു. ഒരാൾക്ക് റിലാക്സ്. ഓക്കെ, കണ്ണ് തുറന്നു, പതുക്കെ കണ്ണ് തുറന്നു. ഓക്കെ, അഖിലേ എന്തെന്ത് വിശേഷം? ഞാനാകില് ചെറിയപ്പോ അല്ല അഖിൽ എന്തിനാ ഇപ്പൊ ഇവിടെ വന്നേ? ഞാൻ ഇവിടെ മാപ്പിള അറിയില്ലേ? അവനക്കാരാ ഷിബില അല്ല ശരിയാ പോയിട്ട് ഉമ്മടെ മമ്മ പോയോ? മമ്മനെ ചെന്ന് നോക്കാം. എനിക്കിപ്പോ എന്താ ഫീൽ ചെയ്യണത് അതൊന്നും പറഞ്ഞേ. ഫീൽ ചെയ്യാനൊന്നുമില്ല. അഖിലെന്താ 10 വർഷം ബാക്കൊക്കെ പോയി എന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ ഇങ്ങനെ ഫീൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ
പെട്ടെന്ന് കണ്ടപ്പോഴേ ആകെ സർപ്രൈസ്ഡ് ആയി. കല്യാണം കഴിഞ്ഞ ശേഷം എന്താ പണി? എന്ത് പണി ഇവിടെ നിൽക്കാനല്ല, എന്താ പണി? ഞാൻ ഒത്തിരി നേരം പണി എടുത്ത് വെക്കല്ലേ, എന്നോട് ഇപ്പളെ വെച്ചിട്ട് എന്താ പണി? അഖിലിപ്പോ എന്താ ചെയ്യണം? അഖിലിന്റെ പരിപാടി എന്താ? അഖില് എന്താ ചെയ്യണത്? ഇപ്പൊ അഖിലിനോട് അഖില് അഖിൽ ശിബിര ഞാൻ കൊടുത്തടി അല്ലേ? നോട്ട്ബുക്കിന്റെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ജസ്റ്റ് ഒന്ന് കണ്ണിലോട്ട് നോക്കിയേ. ആ പറ്റിലൊന്ന് കയ്യിൽ വെച്ച്. നിങ്ങൾ വല്ല ഡയറി എന്തെങ്കിലും, ഒരു ഓട്ടോഗ്രാഫ് അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടോ? അതുമാരെല്ലാം ഉണ്ടല്ലോ, ശരിയാണോ? ഉണ്ടാവും, വേണമെങ്കിൽ പോയിട്ട് എടുത്തോ. ഉണ്ടാവും, വീടിനകത്തുണ്ടാവും. എങ്ങനെ അലമാരയില് വീടിനകത്ത് ഉണ്ടാ സാധനം. പണ്ട് അഖില് കൊടുത്ത ഒരു അഖില ഞാൻ നല്ല മാപ്പിളയാണ്. അഖിലല്ല, ഞാൻ ഇച്ചങ്ങനെ അറിയാണ് കൊടുത്തിട്ടുള്ളത്. എന്താ സ്കൂള് പഠിച്ച കത്ത കൊടുത്തിക്കണ്. കത്തോ? കൊടുത്തിട്ടുണ്ട്, സത്യമാണ്. ആ കത്ത് ഇവിടെ ഉണ്ടെന്നോ? ഇവിടെ ഉണ്ട് കത്ത്, എനിക്കറിയും സാധനക്കറിയും ഒരു ഡയറി, അങ്ങനെ എന്തെങ്കിലും ഒരു സാധനത്തിന്റെ ഉള്ളിലായിട്ട് അതിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടെന്നാണ് എന്റെ കറക്റ്റ് ആണ്. ഞങ്ങളെല്ലാരും പാടെ മുട്ടായ കൊടുക്കാൻ പോയി. ഉമ്മ അങ്ങോട്ട് പോയി കൊണ്ടോട്ടെ തല. ശിബില പറയാകില്ലല്ലേ? ഏതാകിലേ എത്തപ്പോട് പറയണേ? അഖിലല്ലേ? വീടിനകത്തൊന്ന് പോയിട്ട് ഒന്ന് നോക്കി നോക്കിയാൽ ചിലപ്പോ അത് കിട്ടാൻ സാധ്യതയുണ്ട്. പണ്ട് അവൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായി. കത്തോ? ഇത് ഞാൻ വെറുതെ പറയുന്നല്ല, അത് സീരിയസ് ആയിട്ടുള്ള കാര്യം തന്നെ പറയണേ. ഇവിടെ ഒന്നുമില്ല, എന്താണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നത്തോടെ എന്റെ ഈ പരിപാടി നിർത്തും. എവിടെ സമയം ഞാൻ എടുത്തുവെച്ചേക്കണോ? ഇന്നത്തോടെ ഞാൻ ഈ പരിപാടി നിർത്തും. ഞാൻ പറഞ്ഞ തെറ്റാണെന്നുണ്ടെങ്കിൽ നോക്കി ഒന്ന് നന്നായിട്ട് തെരഞ്ഞു. നമ്മൾ രണ്ടാളും തന്നെ പോയിട്ട് അതൊന്നും നോക്കി നിങ്ങളെ മേലെ ഞാൻ തരിക. അല്ല ഇനി വീട്ടില് പറഞ്ഞിട്ട് എന്റെ വീട്ടുകാരുടെ അടുത്ത് ഞാൻ സംസാരിച്ചിട്ട് നിങ്ങളെ കല്യാണം നടത്തി തരാം. ഞങ്ങളെ രണ്ടാളും നല്ല ചേക്ക് ബ്രേക്കപ്പ് ആയതാ. പക്ഷെ എനിക്ക് ഇപ്പോഴും ആ ഇഷ്ടമുണ്ട്. ഊന് വേറെ പെണ്ണിനെ നോക്കി. അപ്പൊ അതിപ്പോ നമുക്ക് പറഞ്ഞ് ശരിയാക്കാൻ പറഞ്ഞിട്ടല്ലേ ഞാൻ ഒഴിവാക്കി. അതിപ്പോ നമുക്ക് അല്ല, കല്യാണം എന്തായാലും കല്യാണം കഴിച്ചിട്ടില്ലല്ലോ, കല്യാണം ഇനി കഴിക്കാലോ. എനിക്ക് കല്യാണ പ്രായം ആവണല്ലോ ഉള്ളൂ. ഊന് വേറെ പെണ്ണിനെ ഇനി ഒപ്പം നോക്കി. ഒന്നുമില്ല, എനിക്കിപ്പോ എന്തായാലും ആരെങ്കിലും ഒരാളെ കൂടെ ജീവിക്കണ്ടെന്നല്ലേ നമ്മളെ. ഓളും പറഞ്ഞു ശരിയില്ല, ഓന് വേറെ പെണ്ണിനെ ഒപ്പം കണ്ടുക്കണ കാരണം. അത് സാരില്ല, പെണ്ണിന്റെ ഒപ്പം എന്താ പറയാ. പക്ഷെ ഓനിപ്പോ നിന്റെ മുന്നിൽ നിൽക്കുന്നു എനിക്കറിയില്ല. ആ ഒരു ഞാൻ തന്നെ അഖിലിന്റെ ഒപ്പം കണ്ടിട്ടില്ലേ? അപ്പൊ ഇതിനോട് പറഞ്ഞു ഫ്രണ്ടാണ് ഞാൻ ഈ അഖിലിന്റെ ഒപ്പം കണ്ടിക്കണേ. ഇജോള് ഒരേ ക്ലാസ്സിലല്ലേ പഠിച്ചീന്? അപ്പം ഇവള് പറഞ്ഞ കമ്പനിയാണ്. പിന്നെ ഹിന്ദു അല്ലേ, ഞാൻ നോക്കുന്നൊക്കെ ഹിന്ദുവിനൊക്കെ അല്ല. ഇപ്പൊ ഹിന്ദുവിനെ കല്യാണം കഴിച്ച് കുഴപ്പമൊന്നുമില്ല. തീരുമാനിച്ചാണ്. അല്ല, നല്ല കല്യാണം കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. കല്യാണം കഴിയാത്ത അല്ല ഇവര് കല്യാണം കഴിഞ്ഞിട്ടില്ല. അവളെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല. കല്യാണത്തിന് ഒരാള് പോണുള്ളൂ. പക്ഷെ ഓന് ഇനി വേറെ പെണ്ണിനെ ഒപ്പം നോക്കിയോ ശരിയില്ല. സാരില്ല, നമുക്ക് എന്താ പറയാ, അവനെ തന്നെ കെട്ടാം, അതാ നല്ലേ. അത് അല്ലെങ്കിൽ ഓനോട് മുണ്ടണ്ട എപ്പോഴും ആ പെണ്ണിനുണ്ടാവും. അല്ലെങ്കിൽ ഓനോട് മുണ്ടണ്ടേ? ഇല്ല, ഓൻ അതൊക്കെ ഒഴിവാക്കി. ഓനെ അത്രയും സ്നേഹിച്ചിട്ട് ഓനെ കണ്ടിട്ട് എന്തെങ്കിലും മുണ്ടുണ്ടോ? ഇല്ല, അത് നമുക്ക് ശരിയാക്കി എടുക്കാം. ഓനെ ഞാനാ മുട്ടായി കൊടുക്കല്, ഒന്നും ചോയി തന്നിട്ടില്ല. എന്റെ ഉമ്മാന്റെ അടുത്തുനിന്ന് പൈസ വാങ്ങിട്ട് തീർച്ചയാണ് കാര്യമായിട്ട് സീരിയസ് ആയിട്ട് കാര്യം പറയുമ്പോ അമ്മായി നിങ്ങളൊക്കെ അമ്മായിക്ക് അറിയാഞ്ഞോ? നിങ്ങളൊക്കെ പറഞ്ഞിട്ടല്ലേ ഓളെ ഇഷ്ടാണ് പറഞ്ഞേ. നീച്ചില്ലേനി ഷഫീഖിനെ മേടിച്ചിട്ട് ഞാൻ പ്രേമിച്ചിട്ടില്ലേനി. ഓളെ കാമുകനൊക്കെ വീട്ടുകാരും കാണിക്കൊന്നുമില്ല. ഇപ്പോഴും നോണ എന്തിനാ പറയണേ? ഓളെ കാമുകന്മാരൊക്കെ ഒക്കെ ഡയറി മിൽക്കായും കൊടുക്കുമ്പോ ഞാൻ അപ്പുറത്ത് ചെറിയ കൊണ്ടിട്ട് ഞാൻ മുട്ടായിട്ടാൻ വേണ്ടി പ്രേമിച്ച. എല്ലാ ചോനോട് അങ്ങനെ ഇഷ്ടമൊന്നും നോണ പറയത്. പെരക്കാരുടെ മുമ്പിൽ ഉള്ള സത്യം പറയുന്നതിന് എന്താ? അതിന്റെ പേരിൽ ഇപ്പൊ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എന്താണേലും എനിക്ക് ഓനെ കൊണ്ട് നമുക്ക് വേണ്ടി ഷഹാദത്ത് എത്തിക്കാം. മുസ്ലിം ആക്കാം. ഓനിപ്പോ അതിന് കുഴപ്പമില്ല, എന്നെ കിട്ടിയാൽ മതി എന്നാണ്. ഓനോട് മുണ്ടണില്ലല്ലോ, ഓനെ തിരിഞ്ഞു നോക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അഖിൽ ഇത്രയും കൊല്ലം കണ്ടിട്ട് എന്താ മുണ്ടാത്ത? എന്നോട് വർത്താനം തന്നെയല്ല, ഞാൻ തപ്പടെ പറയാം.
ചോനല്ലേ തന്നത്. ഞാനില്ലാതെ ഞാൻ ഓനോട് പറഞ്ഞു ഒഴിവാക്കിയ കേസാ. പക്ഷെ സായനി ഷിബിലി മെഹനി അപ്പൊ ചായലാകാൻ പറ്റും. പറ സാഹന പറ നിങ്ങളൊക്കെ പറഞ്ഞിട്ടല്ലേ ആക്കി ഞാൻ അല്ലാതെ ഞാൻ വൈക്ക് പോയിട്ടില്ലേ. നോണാരേട്ടോ നോണാരാണ് അവൾക്ക് ശരിക്കും ഇപ്പൊ ഇഷ്ടമുണ്ട്. എന്നോട് ഇഷ്ടണ്ട. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റേ നേരത്തെ എന്താ പറഞ്ഞത് ഡയറി അതുണ്ട് ഇവിടെ ഉണ്ട്. ഉണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റേ നോണയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ ഒരു സാധനം ഉണ്ടോ നോക്കി. ആ സാധനം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഇവിടുന്ന് തച്ചിറക്കാം. എവിടെയാണ് പാത്തച്ചിക്കണേ? ഷംന അനക്കറിയോ? അലമാരയില് ഏതലമാരാ? എന്നാ പോയി എടുത്തോണ്ടോ. നിങ്ങളെ വരി തലമാരിയിലോ? എവിടെ? ഇവിടെയാണോ അതോ? അല്ല അത് ചിരിക്കാൻ വേണ്ടി പറയണല്ല. എന്നുവെച്ചാല് എന്നോട് എന്താ പറയാ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു. ആ കള്ളത്തരുണ്ട്. ഈ അഖിലിന് എന്താ പറയാ ഒരാള് ഇന്ന സ്ഥലത്ത് വെച്ച് കണ്ട് ഒരു സുഹൃത്തുക്കള് പറഞ്ഞ് അപ്പൊ അത് പൊളിക്കണം എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. അതിനിട്ട ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു വഴിയാണത്. അതിന് ഓരോതിലോട്ട് കൊണ്ടുവരാന്നുള്ളത് തന്നെയാണ്. വേറെ ഓപ്ഷൻ ഉണ്ടായില്ല. അല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഡയറി ഒന്ന് കാണണല്ലോ. ഒന്നും കാണണ്ട. അല്ലേ അത് സത്യമാണല്ലോ അറിയണ്ടേ ചെറിയപ്പോ. സത്യം അല്ലേ പിന്നെ ഇപ്പൊ എന്താ? അല്ലേ അതിന് ചെറിയാപ്പ് എന്ന് പറയുന്ന ആരാ? ഓളെ സംബന്ധിച്ചിടത്തോളം ഓളെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഓളെ കല്യാണം ഇനി കഴിക്കാൻ പോകണുള്ളൂ. പഠിച്ചണ കായാണ് 10 പഠിച്ചണ പ്രായാണേ. ചെറിയപ്പോ ജേറ്റി അതൊരു ബന്ധമല്ല. ചെറിയപ്പോ സ്കൂള് പഠിച്ച പ്രായാണ്. അതിപ്പോ അങ്ങനെയല്ലല്ലോ. ഇനിയിപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് അല്ല പക്ഷെ ഇത് ഇത്രയും ഞാനും അഖിലും തീരുമാനിച്ചാണ് അമ്പലത്തിൽ നിന്ന് താലി ഇട്ടാൻ നോക്കുക. പക്ഷെ അഖിലും ഒക്കെ എത്രയും എന്റെ പാപ്പാന്റെ തലീനാലും ഉണ്ട്. അമ്പലത്തിന്ന്. ഓക്കെ അവിടെ തെരഞ്ഞു നോക്കൂ. എന്നിട്ട് എന്താ പറയാ എനിക്ക് പോണം. എനിക്ക് ഏകദേശം എന്താ പറയാ ഒരു 5 മണി വരെ നിക്കാൻ പറ്റുള്ളൂ. എന്നാ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്നാ ഷംന ഇജ് എവിടെ ഉണ്ടോ സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്തോണ്ട് എന്നാ കാടി കൊടുക്കുക. കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇവര് ഒരു ദിവസം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ വാപ്പ രാവിലെ ജോലിക്ക് പോകുന്ന സമയത്ത് എന്തോ ഒരു കാര്യം പ്ലാൻ ചെയ്തിട്ട് ഇവര് ഒളിച്ചോടാൻ വേണ്ടിട്ട് നിന്നതാ. അപ്പൊ അത് ഇവളെ കൂട്ടുകാരിന്റെ അടുത്ത് പറഞ്ഞ സമയത്ത് കൂട്ടുകാരി എന്താ പറയാ ഓരോ വീട്ടിലുള്ള ഒരാളടുത്ത് പറഞ്ഞു അത് പ്രശ്നമാവും അറിഞ്ഞ സമയത്ത് ഓരോ അതിനൊരു ഗ്യാപ്പ് ഇട്ടതാ. കണ്ണൂര് തളിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലം ഉണ്ടല്ലോ. അവിടെ ചെന്നിട്ട് അവിടെ ഉള്ള കുറച്ച് ആൾക്കാർ ഇവരെ കല്യാണം നടത്തി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓന്റെ കുറച്ച് റിലേറ്റീവ്സ്. അപ്പൊ 18 വയസ്സ് കറക്റ്റ് ആവാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്താണ്. ഇപ്പൊ എത്ര കൊല്ലായി? 4-5 കൊല്ലായി. അമ്പലത്തിന്ന് കെട്ടണം. അഖില് പാവാണ്. പക്ഷെ അഖില് ഇനിയും നോക്കി വേറെ പെണ്ണിനെയും നോക്കി. ഞാൻ ഇത് ചിരിക്കാൻ വേണ്ടി പറഞ്ഞല്ല, സീരിയസ് ആയിട്ടുള്ള കാര്യം. പക്ഷെ ഈ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ അല്ലാതെ എന്താ പറയാ ഇവർക്കൊരു ഡൗട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ആളെ കാണണം. അതിന്റെ പേരിൽ എന്ത് കോൺസിക്വൻസ് ഉണ്ടായാലും അതിന് ഞാൻ ഉത്തരവാദി അല്ല എന്ന് ആദ്യം പറഞ്ഞു. അപ്പൊ ഇവർക്ക് എന്താ പറയാ ഇവരെ ഭാര്യനെ എന്തോ ഡൗട്ട് ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു. ആരോ അങ്ങനെയൊന്നുമില്ല. ഓക്കെ അപ്പൊ ആരോ അറിഞ്ഞുള്ള പക്ഷെ അപ്പൊ ആ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന് നിങ്ങൾ എന്നോട് ആരും വെറുപ്പൊന്നും തോന്നരുത് കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം അവരെനിക്ക് ഒരു എമൗണ്ട് കാര്യങ്ങൾ തരുന്നുണ്ട്. എന്റെ ഒരു ജോലി ആ ഒരു പ്രൊമോഷനും ഭാഗമായിട്ട് ഞാനത് ചെയ്യണം. അത്രേ ഉള്ളൂ. അല്ല വേറെ ഒന്നുമില്ല. അപ്പൊ എന്താ വെച്ചാല് ഞാൻ പറഞ്ഞ അല്ലെങ്കിൽ എന്താ പറയാ നിങ്ങൾക്ക് എന്നെ ഇവിടുന്ന് അടിച്ചു ഓടിക്കാം. അതിനെ പറഞ്ഞ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഡയറി ഒന്ന് എടുത്തോണ്ട് ഇവിടെ ഉണ്ട് എന്നല്ലേ പറയണേ. പെരിയിലുണ്ട് നമ്മള് പറയണേ. ഇവിടെ പെരിയിലാവും ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഈ വീട്ടിൽ തന്നെ ഉണ്ട്. എടുക്കാൻ പറ്റുമോ? ഇവിടെ തന്നെ ഉണ്ട്. ഒരു കൈ കിട്ടുന്ന സ്ഥലത്ത് എന്താ പറയാ ഇവിടെ എവിടെയോ ഈ വീടിനകത്ത് അലമാര പോലെ എന്തോ ഒരു ലോക്കുള്ള ഒരു സംവിധാനത്തില് അങ്ങനത്തെ ഒരു സംഭവത്തിൽ വരെ അത് എടുത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങളെ കണ്ണു പറ്റാത്ത രീതിയിൽ. കാരണം നിങ്ങള് ഇവരെ കല്യാണം നടത്തി കൊടുത്തേക്ക്. ഓർക്ക് എന്തായാലും താല്പര്യമാണ്. അതിനിപ്പോ നിങ്ങളെ നടത്തി കൊടുത്തില്ലെങ്കിൽ ഓല് ഒളിച്ചോളി പോകും. എന്തിനാ നിങ്ങള് വെറുതെ ആ ചെക്കനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലപോലെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവ വിവാഹം കഴിക്കാൻ എന്താ മുസ്ലിം ആവാനും തയ്യാറാണ്. അല്ലെങ്കിൽ വെറുതെ എന്താ പറയാ ഇനിയിപ്പോൾ ഹിന്ദു ആയിട്ട് വെറുതെ ഇതൊക്കെ അങ്ങനെ വെറുതെ അതിനുള്ളൊരു ഇത് കണ്ട ഇവന് തയ്യാറാക്കില്ല. ഓക്കെ അല്ല ഇപ്പൊ പറഞ്ഞല്ലോ ഓൾക്ക് ഓക്കെയാണ്. ആ അപ്പൊ എന്താ വെച്ചാൽ ഇനിയിപ്പോ വേറെ ആരെങ്കിലും എനിക്കറിയില്ലേ എന്നോട് പറഞ്ഞിട്ടില്ലേ സീക്രട്ടാലേ ഇജും ഷിബിലിയും പിന്നാരാ? ഇജല്ല എന്നോട് പറഞ്ഞേ ഞാൻ ഇഷ്ടമല്ല പറഞ്ഞിട്ട് ഇജല്ല എന്റെ പിന്നാലെ കൂടി പറഞ്ഞേ മുട്ടായി ഇട്ടെന്ന് പറഞ്ഞിട്ട്. മുട്ടായി ഇട്ടെന്ന് പറഞ്ഞിട്ട്
അനക്ക് ഓ മുട്ടായി വാങ്ങി തന്നാ പിച്ചാനും വാങ്ങി തരാല്ലോ അപ്പൊ ഇജ്ജ് കളിയാക്കിയല്ലേ അല്ലെങ്കിൽ കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുറച്ച് കൂടുതൽ പൈസ അവർ ഓഫർ ചെയ്ത്, അപ്പൊ എനിക്കും കുറച്ച് പൈസന്റെ ആവശ്യം ഉണ്ടായി. അപ്പൊ ഒരു 25,000 ഉറുപ്പ്യ എന്നോട് ഓക്കെ പറഞ്ഞു, എങ്ങനെയെങ്കിലും അവരുടെ ഭാര്യയുടെ കാര്യങ്ങൾ ഇതാക്കി പൊളിച്ചിരണം ആ ഒരു സാധനം. അപ്പൊ അതുകൊണ്ട് എന്റെ മുമ്പില് ഒരു ഇതില്ല. അപ്പൊ എനിക്ക് കണ്ടെത്താൻ പറ്റുന്ന കാര്യമാണ് അത് പറഞ്ഞു. ഇനിയിപ്പോ എന്താന്ന് വെച്ചാല് ഇവർക്ക് കുറെ കാലമായിട്ട് ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അഖില് ഇവരെ ഒരു ഇതിപ്പോ ഷംനന്റെ കണക്കില് ഇപ്പൊ അഖിലാണ് അല്ലേ? നിങ്ങൾക്ക് മനസ്സിലായില്ല? മനസ്സിലായിട്ട്. അല്ല ഇത് നോർമലാകപ്പോ എങ്ങനെ? നോർമൽ അത് ഞാൻ തന്നെ തീരുമാനിക്കണം. ആ പൈസ ഇപ്പം തന്നെ ഗൂഗിൾ പേ ഇത് ചെയ്യുന്നതിന് മുമ്പ് ഗൂഗിൾ പേ ചെയ്യണേ, അല്ലെങ്കിൽ ഞാൻ അത് റിവേഴ്സ് ചെയ്യൂല കേട്ടോ, തിരിച്ച് ഈ ജീവിതത്തിലോട്ട് കൊണ്ടല്ല കേട്ടോ. ചെറിയപ്പോ ഇജ്ജ് പോകണോ? അങ്ങനെ ഓന്റെ പൈസ കൊടുക്ക് എന്നാലേ സൺഡേനെ പഴയ ഇതിലൊക്കെ പൈസ കൊടുക്കാൻ 25,000 ഉറുപ്പ്യ ഇപ്പൊ എന്റെ അക്കൗണ്ടൊക്കെ സെൻഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അല്ല അപ്പൊ ഓർക്ക് വിശ്വാസം അല്ല. നിങ്ങള് ആ ഡയറി കിട്ടിയാ മതി, ആ കിട്ടിയിട്ട് തന്നെ വിശ്വാസം ആയതിനു ശേഷം പൈസ സെൻഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഞാൻ തിരിച്ച് വരെ പഴയ ഇതിലോട്ട് കൊണ്ടുവരില്ല കേട്ടോ. അങ്ങനെ ഡയറി എടുത്ത് കൊടുത്തളാ. അല്ല എന്നിട്ട് പൈസ അല്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടോന്ന് അറിയണ്ടേ? അല്ല അല്ല ഉണ്ട്, തെളിവാണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ മൂപ്പർക്ക് പൈസ കൊടുക്കേണ്ടി വരും. പൈസന്റെ അക്കൗണ്ടിലേക്ക് ഇപ്പൊ തന്നെ സെൻഡ് ചെയ്യണം കേട്ടോ. അല്ലാണ്ട് ഞാൻ അല്ല മൂപ്പര് ഇത്രക്കും കാലത്ത് പഠിച്ചിട്ട് വെറുതെ ഒന്നാണ് മൂപ്പര് നിക്കൂലല്ലോ. മൂപ്പര് അതിനൊരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിലല്ലേ ഇതാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും, ഞാൻ എന്റെ വൈക്ക് എന്നെ വിട്ടെന്നേക്ക് ഞാൻ പോകും. എനിക്ക് എന്താ വെച്ചാൽ പൈസ തരാതെ ഞാൻ ഇനി റിവേഴ്സ് വരെ ജീവിതത്തിലോട്ട് കൊണ്ടുവരില്ല കേട്ടോ. എനിക്ക് സമയമായി. ഞാൻ നിങ്ങളെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞത്. അവള് ചെറിയപ്പല്ല അഖിലല്ലേ ഇപ്പൊ ഇവള് ഇപ്പോഴും എന്താ പറയാ, പലപ്പോഴായിട്ട് നിങ്ങൾ അറിയാതെ അഖിലിനെ ഇവള് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ഇവര് നിങ്ങള് ദൂര സ്ഥലത്തോട്ട് ജോലിക്ക് പോകുന്ന ആളാണോ നിങ്ങള്? സംസ്ഥാനം വിട്ട് ജോലി ചെയ്യുന്ന ആളാണോ നിങ്ങള്? അപ്പൊ ആ സമയങ്ങളില് ഇവര് കോണ്ടാക്റ്റിലുണ്ട്. സത്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഒരു കാണാൻ ശ്രമിക്കാറുണ്ട്. കല്യാണം കഴിഞ്ഞിട്ടും കണ്ടിട്ടുണ്ട് പരസ്പരം. അഖിലാണ് ഈ ഇരിക്കണേ. അഖിലാണ് അല്ല ഓളെ മൈൻഡിൽ അഖിലാണ്. ഓ ഇന്റെ ഒപ്പം പഠിച്ചേക്കനാണ്. ഇവിടെ എനിക്കറിയാം. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു പലപ്പോഴായിട്ട് ഇവര് നിങ്ങൾ തമിഴ്നാട് പോലുള്ള ഏതെങ്കിലും സ്ഥലത്താണ് ജോലി ചെയ്യണേ? തമിഴ്നാടല്ലേ? തിരുപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് തമിഴ്നാടിനെ തമിഴ് ബോർഡറിന്റെ ഒക്കെ ഏകദേശം. അപ്പൊ എന്താന്ന് വെച്ചാല് നിങ്ങൾ അവിടെ പോണ സമയത്ത് നിങ്ങള് ഡെയിലി പോയിട്ട് വരില്ലല്ലോ? ഇല്ലല്ല. അപ്പൊ ആ സമയങ്ങളില് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, കാണാറും ഉണ്ട്. ഇവിടുന്ന് അതിനോളിപ്പോ കുട്ടീനെ നഴ്സറിക്കാക്കും അങ്ങനെ പോക്കുള്ളൂ. അത് മതിയല്ലോ, കാണേണ്ട ആൾക്കാർക്ക് അത് തന്നെ മതി. ഓന്റെ പേര് ഇവിടെ തന്നെയല്ലേ? ഓന്റെ ഒരു ഉപ്പടയില്ലേ? ഓന്റെ ഒരു ഉപ്പടയില്ലേ? എന്താ വെച്ചാല് നമ്മളെല്ലാ ആൾക്കാരുടെ ലൈഫിൽ ഇങ്ങനെയൊക്കെ തന്നെ, ആരും ഒന്നും ചെയ്യണില്ല അതാക്കണില്ല എന്നൊക്കെ തന്നെയാണ് കാണുന്നത്. ഇല്ല ഇവിടെ കാണാൻ തന്നെ ആയിട്ട് ഓനിപ്പോഴും വരുന്നുണ്ട്. ഓന്റെ പേര് ഉപ്പടയാണ്. എനിക്കറിയാം ഓന്റെ പേര്. ഓ JCB ഡ്രൈവറാണ് അഖില്. ആ അഖില് തന്നെ അല്ലേടി എന്റെ ഒപ്പം പഠിച്ചവൻ തന്നെ ഉണ്ടല്ലേ? രണ്ടുള്ള ഒരേ ക്ലാസ് തന്നെ അല്ല അയ്യോ 10ാം ക്ലാസ്സിലൊക്കെ. ഓളെ സംബന്ധിച്ചിടത്തോളം ഓ JCB ഡ്രൈവർ ഒന്നും ആയിട്ടില്ല, കൂടെ പഠിച്ചോണ്ടിരിക്കല്ലേ. അപ്പൊ ഇവർക്കൊരു ഡൗട്ട് തോന്നി. പിന്നെന്താ പറയാ, യൂട്യൂബ് ഒക്കെ ചെയ്ത് ഒക്കെ നന്ന്. പക്ഷെ ഇനിയെങ്കിലും എന്താ പറയാ, ഈ ബന്ധം നിലനിർത്താതിരിക്കുക, അതിന് വാണിയും കൊടുക്കുക. അതിനൊക്കെ ഓക്കെ ആണെങ്കിൽ തിരിച്ച് ജീവിതത്തിലോട്ട്. പിന്നെ ഒരു കാര്യം ചെയ്യും, നിങ്ങള് ആ ഡയറി നോക്കി അത് കിട്ടുകയാണെങ്കിൽ അത് വേഗം ഇതാക്കിക്കോളി. എന്നിട്ട് എത്രയും പെട്ടെന്ന് എന്റെ പൈസയും തരി, ഇങ്ങോട്ട് എന്നെ ഡ്രോപ്പ് ചെയ്യും. നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞില്ലേ? നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുള്ള ഒരു ലെവലിലാണ് മൂപ്പര് എന്നെ കോണ്ടാക്ട് ചെയ്തത്. അല്ല ഞാൻ പിന്നെ തമാശക്ക് പറയാം, എന്റെ പൈസ സെൻഡ് ചെയ്യണേ. അല്ലാതെ ഇങ്ങനത്തെ ഒരു ഇതല്ല നമ്മളെ. എന്തായാലും അങ്ങനെയൊന്നല്ല. എന്ത് പ്രാങ്ക്? ഞാൻ കാര്യമായിട്ട് പറഞ്ഞു. അല്ല നിങ്ങൾ എന്തായാലും ഫണ്ട് സെൻഡ് ചെയ്യണം. പൊട്ടത്തരം പറയുമ്പോ അതായത് നമ്മള് വിചാരിക്കാത്ത പല ആൾക്കാരാണ്. എനിക്ക് ഇദ്ദേഹം എന്നെ കോണ്ടാക്ട് ചെയ്ത് ഞാൻ ഓൺലൈനായിട്ടൊക്കെ ഓരോ കാര്യങ്ങള് പലർക്കും ചെയ്യാറുണ്ട്. അപ്പം
ആരുടെ സീക്രട്ടും ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ആണെന്നുണ്ടെങ്കിലും എനിക്ക് പറ്റും, പക്ഷെ അതിന് വേറെ പേയ്മെന്റ് ചെയ്യണം. ഇപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇത്രയും ദൂരത്തുനിന്ന് ഞാൻ വരാം, എനിക്ക് ഇത്ര പൈസ തരണം, അവർ എത്ര പൈസ വേണമെങ്കിലും തരാന്ന് പറഞ്ഞ് 25,000 രൂപ. അപ്പൊ എന്നോട് ഇവര് പറഞ്ഞ കണ്ടീഷൻ ഇത്രേ ഉള്ളൂ, അവർക്ക് ആ കാര്യം കൃത്യമായിട്ട് പറഞ്ഞ് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഓൺ ദി സ്പോട്ടിൽ ക്യാഷ് സെൻഡ് ചെയ്യാം. ചെറിയപ്പോ നിന്നോടും പറഞ്ഞാണ്, പക്ഷെ എന്താ ചെറിയപ്പോ ഞങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ എല്ലാവരും പാടെ അറിയണം, നിങ്ങളാണല്ലോ ഈ കുടുംബം. അല്ല ഇവർക്ക് ഡൗട്ട് തോന്നിയിട്ട് ഇവരെന്നെ കോണ്ടാക്ട് ചെയ്ത്, അപ്പൊ ഞാൻ പറഞ്ഞ് ഞാൻ എനിക്ക് നടത്തുന്നുണ്ട് കോഴിക്കോട്, അപ്പൊ ഞാൻ അങ്ങോട്ട് വരാനാ പറഞ്ഞത്. പക്ഷെ അതിന് ചിലപ്പം ഒരു സമ്മതിക്കൂല, ഇങ്ങനത്തെ ഒരു കാര്യം സംഭവങ്ങളൊക്കെ എത്തുന്നുള്ളൊരിതുകൊണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വരാം, ഒരു ദിവസം എനിക്ക് അതിന് മെനക്കെടാണ്, എനിക്ക് ഇത്ര പേയ്മെന്റ് തരേണ്ടി വരും എന്ന് പറഞ്ഞ് ഒരു ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള തെളിവ് കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആ കൃത്യമായിട്ടുള്ള തെളിവ് നിങ്ങളെ കയ്യിൽ കിട്ടുന്ന സമയത്ത് സ്പോട്ടിൽ നിങ്ങൾ പൈസ തരണം, അല്ലെങ്കിൽ ഞാൻ റിവേഴ്സ് ഇവരെ ഈ ഒരു കാലഘട്ടത്തിലോട്ട് ഞാൻ ആക്കൂല. പിന്നെ നിങ്ങൾ എന്താ പറയാ, ഈ കുടുംബത്തിൽ ഇങ്ങനത്തെ വിഷയങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി അവരുടെ ലൈഫിൽ ഇത് ആവർത്തിക്കരുത് എന്നുള്ളത് കൃത്യമായിട്ട് ആ ചെക്കനെയും കൂടെ വിളിച്ചിട്ട് അതിനുള്ള വാണിങ്ങും കാര്യങ്ങളും കൊടുത്തേക്കും. അല്ല ഓന്റെ ഭാഗത്ത് മാത്രല്ല ആ ചെക്കപ്പോഴും കല്യാണം കാര്യങ്ങളും ഇതാക്കാതെ ഇവൾക്കും വേണ്ടിട്ട് ഇത് മൂപ്പിരാണ്ട് ഇതിലാക്കാൻ ഇതെന്തിനാ അമ്മക്ക് തെളിവ് കാണിച്ചു കൊടുക്കണ്ടേ? അല്ല ഇങ്ങനെ ഷംനക്ക് കാട്ടി കൊടുക്കണ്ടേ? ഇവളിപ്പോ 10 വർഷം മുമ്പല്ലേ ഷംനയാണ് ഇപ്പൊ. അവർക്ക് എന്താ പറയാ എന്റെ അടുത്ത് ഡൗട്ട് കാര്യങ്ങള് പിന്നെ എന്താ കണ്ടെന്നാ ഞങ്ങൾക്ക് ഒരു ചെറിയ സംശയം ഉണ്ട് പറഞ്ഞു. അത് ഷെഫീഖിനും അറിയാം. നമ്മളോട് കോണ്ടാക്ട് ഫോൺ വിളിച്ചു പറഞ്ഞു, ഷെഫീഖിനോട് പറഞ്ഞു, ഷെഫീഖ് പറഞ്ഞു ഇല്ല അങ്ങനൊന്നും ഇല്ല. സ്കൂൾ പഠിച്ച കുട്ടിയാണ്, കണ്ണു മുറാക്കി കൊടുക്കും. അതിനിപ്പൊ ഇതിനെ പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടോ? ഇത് കോളേജിൽ പഠിച്ച കുട്ടിയാണ്. ഓളിപ്പോഴും 10ാം ക്ലാസ് പഠിച്ച കുട്ടിയല്ലേ, ഇപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം താത്താ? അത് നാളെ കോളേജില്ലേ പോണ്ടേ? എല്ലാരും ഇട്ടുങ്ങാണ്ട് നന്നാക്കാൻ നടക്കും ഓള്. ഓള് കാട്ടി കൂട്ടുന്ന പോലെ നോക്കിയാ അല്ല ഇതിപ്പോ സത്യമാണല്ലോ അറിയില്ലല്ലോ. അങ്ങനെ ഒരു സംഭവം ഡയറിന്റെ കേസ് പറഞ്ഞു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡയറി വേണ്ടേ? അതുണ്ടാവും. അതല്ലാതെ ഞാൻ അല്ലെങ്കിൽ ഞാൻ ഇന്നിന്റെ ഈ പണിയാണ് നിർത്തും. അല്ല അങ്ങനെ ഉണ്ട് അറിയാമല്ലോ. അല്ല ചെറിയപ്പോ അങ്ങനല്ലേ? അങ്ങനെയാണ്. ഞാൻ ഇത് ഇങ്ങനെ വിചാരിച്ചിട്ടില്ലേ, എനിക്കിപ്പോഴാണ് ഇതിന്റെ കാര്യം മനസ്സിലായത്. അങ്ങനെ ഓള് പോയിട്ടോണ്ടേ ഇതെന്തിനാ ചിരിച്ചു? എനിക്ക് അഖിലിനെ കെട്ടണം. എവിടുന്ന് കിട്ടണേ? ഇവരെ സംബന്ധിച്ചിടത്തോളം എന്താണെന്നറിയോ, ഇവരെ ഞാൻ ഇനിയിപ്പോ തിരിച്ച് ഇവരെ റിയൽ ലൈഫിലോട്ട് കൊണ്ടുവന്നാൽ തന്നെ അതായത് വെച്ചാല് ഇവരെ ഇവിടെ നിന്ന് എനിക്ക് ഇപ്പൊ അങ്ങ് ഹൈഡ് ചെയ്യാൻ പറ്റും. ഈ നിങ്ങളെ കംപ്ലീറ്റ് ആൾക്കാരെ ഹൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ സമയത്ത് എന്താ പറയാ, ഇവള് ഇപ്പൊ അവനെ എടുത്ത് ഫോൺ ചെയ്യുന്നവരെ ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ആരും ഇല്ലാത്ത സമയത്ത് ഇവിടെ ആരും ഇല്ല, ഒരു ഒക്കെ പോയിരിക്കാണ് എന്നുള്ള ലെവലില് ഇപ്പം അഖിലിനെ വിളിച്ച് സംസാരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ വിളിപ്പിക്കില്ല. അല്ല ഞാൻ ഇപ്പൊ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ പൈസ എന്റെ അക്കൗണ്ടിലേക്ക് വരണം. അതിനാദ്യം അങ്ങനെ ഉണ്ടോന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഡയറിന്റെ കേസ് പറഞ്ഞു. ഡയറി ഉണ്ടെന്നുണ്ടെങ്കിലല്ലേ ബാക്കി നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഡയറി ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നാ എന്നാ ഡയറി എടുത്തുണ്ടോ? ഓളെ സംബന്ധിച്ചിടത്തോളം ഇപ്പത്തെ ലെവലില് ഇവിടെ കല്യാണം ആവുന്നേ ഉള്ളൂ. അതിലോട്ട് നിങ്ങൾ നോക്കാൻ ആരെങ്കിലും ഒരാളെ കണ്ടെത്താനായിട്ടുള്ള ലെവലിൽ നിൽക്കണം. അത് അറിഞ്ഞ പാടന്നെ അവള് ചാടാനുള്ള പരിപാടികൾ നിൽക്കും. അങ്ങനെ ഒരു ഡയറി ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്തോണ്ടിട്ടെ. ഞാൻ ഇപ്പൊ വേണമെന്നുണ്ടെങ്കിൽ ഈ പേയ്മെന്റ് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങൾ എല്ലാരെയും ഹൈഡ് ചെയ്തിട്ട് വിളിപ്പ് അഖിലിനെ വിളിക്കണേ ഞാൻ കാണിച്ചുതരാം. നമുക്ക് കാണണല്ലോ. അതിനാദ്യം ഇത് തീരുമാനിച്ച് അങ്ങനെ എവിടെയാണ് ഇതെവിടെ വെച്ചിരിക്കണേ? അത് എടുക്കണമെങ്കിൽ ഓളെ എന്താ? അല്ല അതിനൊന്നും കുഴപ്പമില്ല. ഒരിപ്പോ ആ ഒരു കാലഘട്ടത്തിലാണെന്നേ ഉള്ളൂ. എത്തിയിട്ടില്ല. ആ കല്യാണത്തിന് ഇവിടെ സംബന്ധിച്ചിടത്തോളം ഒറ്റ കാര്യമുള്ളൂ, കല്യാണങ്ങൾ നടത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓളൊക്കെ ആയിരിക്കും. ആകിലും മുസ്ലിം ആകുമല്ലോ. പക്ഷെ അതിന്റെ പ്രാക്ടിക്കൽ വശമൊന്നും ഇപ്പൊ ഇവർക്ക് മനസ്സിലാവില്ല. ആരാ സാധനം എടുക്ക, പേപ്പർ എടുക്ക. അനു അവിടെ തെരഞ്ഞെടുക്ക്. എവിടെയാണ്? എങ്ങനെ? അലമാരിയിലോ? ബാ ഇജും ബാ. അൽമാറിന്റെ മേലുണ്ട്. അലമാറിന്റെ മുകളിലോ? മുണ്ടോ? അലമാറിന്റെ മുകളിലാണെന്നുണ്ടെങ്കില്
നിക്ക് ഒരു മിനിറ്റ് നോക്കട്ടെ. നോക്ക് ഇതാണോ? എന്താ അതല്ല ഇതെന്താ? ഇതാണോ? അതാവാനാ ഒറ്റക്ക് നിൽക്കലുണ്ടോ പേരീന്ന്? ശരിക്കും മറച്ചു നോക്കി. കാരണം ഇതൊരു വിവാഹബന്ധം ഇതാക്കേണ്ട കാര്യമൊന്നുമില്ല. ഡിവോഴ്സ് അത് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ആ ചങ്ങായിനായിട്ടുള്ള ബന്ധം ഓനക്ക് കൊടുക്കേണ്ട എങ്ങനെയാന്ന് വെച്ചാൽ നല്ല പോലെ നിങ്ങള് ഇത്രയും തണ്ടു തടിയുള്ള ചെക്കന്മാരോട് ഉണ്ടല്ലോ ശരിക്കും പോയി കൊടുക്കുക. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇങ്ങനെ കുടുംബം കലക്കാനായിട്ട് കുറെ എണ്ണം. അല്ല ഇതിപ്പോ പണ്ടത്തെ എന്നല്ല പറഞ്ഞേ. അല്ല പണ്ടത്തെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴും ഓരായിട്ട് കോണ്ടാക്ട് ഉണ്ട്. ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. ഈ നാട് വിട്ട് പോണ സമയത്ത് ഇവരെന്താ പറയാ ആരും ഇല്ലാത്ത സമയത്ത് ഇവള് അവനെ കോണ്ടാക്ട് ചെയ്യണം. ചെറിയപ്പോ പോണ ടൈമില് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. എന്താണ് ആദ്യമായി ഈ മുഖം നിന്റെ അല്ലെങ്കിലും അവസാനമായി കണ്ട മുഖം നിന്റെയാണ്. ആ മുഖമാണ് എൻ്റെ മനസ്സിൽ അന്നും ഇന്നും എന്നോ നീ മാത്രമായിരിക്കും. ഇതാണോ പറഞ്ഞുതരാം. ഞാൻ ഇവരെ കൊണ്ട് ഇപ്പൊ വിളിപ്പിച്ച് കാണിച്ചുതരാം. ഞാൻ ഇവരത്തിലോട്ട് തിരിച്ച് ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളും കൂടി നോക്കിക്കോ. ഇനി എന്റെ ഫണ്ട് കാര്യങ്ങള് എനിക്ക് അയച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങള് എന്റെ അക്കൗണ്ട് നമ്പർ ഞാൻ ഇതാക്കിയിട്ടുണ്ടല്ലോ ഓൾറെഡി. അതിലോട്ടാണ് അയച്ചത്. ഫോണിൽ എന്താ പേര് എഴുതിയിരിക്കുന്നത്? എന്ത് ഫോണിൽ എന്താ പേര്? ജസ്റ്റ് എന്താ പറയാ ഏതോ ഒരു പെൺകുട്ടീന്റെ പേരാണ് എഴുതി വെച്ചിട്ടുള്ളത്. ഫോൺ എടുത്താ ഫോൺ എടുത്താ ഏത് വെച്ചാണ് നോക്കണ്? പിന്നെ എന്താ ഡിലീറ്റ് ആയിക്കൂടെ? ഫോൺ എടുത്ത് അത് ചെക്ക് ചെയ്തിട്ട് ആ നമ്പർ നിങ്ങൾ ഇതിൽ ട്രൂ കോളറിൽ ഇട്ട് കഴിഞ്ഞാൽ അഖിലിന് കാണാം. ഞാൻ നമ്മളാദ്യം ഒന്നും കാര്യത്തിൽ എടുക്കില്ലല്ലോ, നമുക്ക് അറിയില്ലല്ലോ. 10ാം ക്ലാസ്സിൽ സാധാ ഒരു കണ്ട് ആ ഒരു അതായത് അല്ല എത്ര പെണ്ണുങ്ങളുണ്ടോ? നമുക്ക് ഇറങ്ങിയല്ലോ. ഫണ്ട് ആദ്യം ഫണ്ട് അത് പൈസ പറ്റൂല ഞാൻ തരാ ഇല്ല അത് പറ്റൂല. ഇതെന്താ പരിപാടി? എങ്ങനെ ഇതെന്താ പ്രാങ്കാ സമയ ഞങ്ങളെ ചെറിയാപ്പോ? നാളെ സ്കൂളുണ്ടോ? ഇപ്പൊ വേറെ എവിടെയല്ലേ? ഓളിപ്പോ പണ്ടത്തെ ഇതിലല്ലേ? അത് യൂണിഫോം ഉണ്ടോ? അതായത് നിങ്ങള് അക്കൗണ്ട് ട്രാൻസാക്ഷൻ എങ്ങനെ ചെയ്യണം? പറ്റിക്കൊന്നുമില്ലല്ലോ. എന്താണ് കാരണം ഞാൻ ഇത്രക്കും നടന്നിട്ട് അല്ല പിന്നെ മൂപ്പര് പറഞ്ഞ കാര്യങ്ങളും ഇതൊക്കെ വിശ്വസിച്ചതിന് ശേഷം പ്രാങ്ക് ആണ്. എന്താ ഇനിയിപ്പോ എന്തായാലും ഓളെ പഴയ ഇതിക്ക് അയക്കളെ ഓളോട് പറയണല്ലോ. ഈ വീഡിയോ ഒക്കെ എടുത്ത് ഓൾക്ക് കാട്ടി കൊടുക്കണല്ലോ. നമ്മളിതിപ്പോ സാധാ ഒരു ഇതിന്റെ കേസിലല്ല ഇപ്പൊ നമ്മള് വീഡിയോ എടുത്താണ്. എന്താ പറയാ പല ആൾക്കാരും പല രീതിയിൽ നമ്മളെ പറ്റിക്കുന്ന അമ്മയ്യേ അയാളോട് ഒന്നിനും കാര്യം. ചെറിയാപ്പ് വിളിച്ചെടുത്തിയാണ്. ഞങ്ങളാരും ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു ഷെഫീഖിനോടൊക്കെ ഞാൻ പറഞ്ഞത് കാര്യം ചെയ്യുന്നുണ്ട്. ഓൾക്ക് പോലും അതറിയരുത് ഓളാവും വിളിക്കണം. പിന്നെന്താ മറ്റേ ഓരോരോ ആൾക്കാർ ഹിപ്നോട്ടിസം ചെയ്യണ കണ്ടിട്ടില്ലേ? താത്ത കണ്ടിട്ടില്ലേ? കണ്ടിട്ടില്ലേ ഓരോരോ ആൾക്കാർ ചെയ്യണ കണ്ടിട്ടില്ലേ? അതന്നെ പറഞ്ഞത്. ഇനിയിപ്പോ എന്താ ഇതിനൊരു തീരുമാനം പറഞ്ഞു ചെറിയപ്പോ എന്ത് ചെയ്യണേ? ഇറങ്ങി പോണുണ്ടോ? ഇറങ്ങി പോണുണ്ടോ? ചെറിയാപ്പൂന്റെ ചെറിയാപ്പോ എനിക്ക് നിങ്ങളൊക്കെ ഈ വീട്ടിലുള്ള ആൾക്കാർ തൊരപ്പനറിയോ? എനിക്ക് തൊരപ്പനറിയോ? തൊരപ്പനറിയോ? ഇതിപ്പോ പ്രത്യേകിച്ച് പെൺപിള്ളേർക്കൊന്നും കൂട്ടുകാരൻ എന്താ പണി? പണിന്ന് പറയണ ഓള് പണിക്ക് പോകാനായിട്ടില്ലല്ലോ. ഞാനൊക്കെ കൂടെ പഠിച്ചോണ്ടിരിക്കല്ലേ. കട്ടക്കാലത്തിൽ പണിയെടുക്കാട്ടെ. അപ്പൊ ഷിനുവിന് അറിഞ്ഞത് പ്രശ്നാവൂലേ? ജിന്ദുവിനെ കെട്ടാൻ പോവുക?
അപ്പൊ പെരക്കാരും ഷെഫീഖിനോട് എന്താ പറയാ? സൂചിപ്പിച്ചു. അഖിലാണുള്ളത്, അനക്ക് പോണേ പോവാ, എന്നെ ആരും ഇവിടെ തടയൂല കേട്ടോ. പോണേ പോയിക്കോ. അല്ല ഓള് ഇത്രയും കാലം ഒളിപ്പിച്ച് വെച്ചാണ്ട് പിന്നെ ഇപ്പോഴും കൊണ്ടുനടക്കണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കൊണ്ടെന്താ കാര്യം? എന്താ മയ്യ കാര്യം? അനക്ക് അഖിലിനെ മറക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. പറ്റൂലെന്ന് അറിയണേ. അമ്മായി എന്ത് ചെയ്യണേ? അപ്പൊ നിങ്ങൾക്ക് ഓക്കെ അല്ല? അല്ല ഇതിപ്പോ നമ്മളോടും പറഞ്ഞിട്ടില്ലല്ലോ, ഞങ്ങൾ ഇപ്പോഴല്ല അറിയണേ. ചെറിയപ്പന് ഇങ്ങനെ ഒരു ഡൗട്ട് തോന്നിയപ്പോഴല്ലേ വിളിച്ചിരുത്തിയത്. കല്യാണം കഴിഞ്ഞാലും ഈ അഖില് നടക്കുവോ? അപ്പൊ മണ്ടത്തരം പറയല്ലേ. ഇതിപ്പോളെ പഠിച്ചണ കാലല്ലേ ഇപ്പോളെ പറയണ. ഇമ്മ ഇനി ഈ പഠിച്ചണ കാലം മാറ്റണമെന്നുണ്ടെങ്കിൽ മൂപ്പരിക്ക് പറ്റുള്ളൂ. അപ്പൊ മൂപ്പര് പേയ്മെന്റ് ഇട്ട് കഴിഞ്ഞാൽ മൂപ്പര് ഇതാക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ കാലകാലം ഷംനെപ്പോഴും ഇതായി കിടക്കൂലേ. ഷംനന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ആൾ ഇപ്പോഴും ഉണ്ട് എന്നാ പറയുന്ന ആള്. നിങ്ങള് കാരണന്മാരെല്ലാരും കൂടെ ചേർന്നിട്ട് എന്താ പറയാ, ഒന്ന് ആ ചെക്കനെ നൈസായിട്ട് വിളിച്ചു വരുത്തുക, വലിയ പ്രശ്നം ഉണ്ടാക്കാത്ത രീതിയിൽ ഓനക്ക് ശരിക്കാണ്ട് കൊടുത്തിട്ട് വിടാം. അതേ ഇതിന് മുമ്പിലുള്ള ഒരു ഓപ്ഷൻ ഉള്ളൂ. എന്താ അതായത് എനിക്ക് ഇന്റെ അടുത്ത് വിട്ടു കഴിഞ്ഞു. അഖിലാണ് മുന്നിൽ നിൽക്കുന്നത്. പിന്നെ ആരെയല്ലേ അന്നെ. അപ്പൊ ഷിഫിന് അങ്ങനെ ജംഷാദിനെ പ്രേമിച്ച് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞല്ലോ ഞാന് അങ്ങനെ പ്രേമിച്ചൂലെന്നൊക്കെ. എന്നിട്ടോ അതായത് ഒരു ഒറ്റ ഒന്നിനെ വിശ്വസിക്കാൻ പറ്റാത്ത കാലാണ് ഇപ്പൊ. ഇവളെ ഒരിക്കലും ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല. ഇവളെങ്ങനെ ചെയ്യൂലെന്ന് എഴുതിക്കണേ. ഇവളെ പിന്നെ പറയുമ്പോ ഇവള് അത്രക്ക് ഗ്യാരണ്ടി മീനിനോട് ഞാൻ സ്നേഹിച്ചൂല അമ്മയ്യ. കണ്ടില്ലേ സ്വഭാവ കണ്ടില്ലേ. ചെറിയപ്പന് ഇങ്ങനെ ഒന്നും തോന്നിയോണ്ടല്ലോ ഇപ്പൊ ഇങ്ങനെ ഒന്ന് വിളിച്ചു വരുത്തിയത്. അല്ല ഷംന തന്നെയാണപ്പത്. കല്യാണം കഴിഞ്ഞിട്ട് കാട്ടിയേക്കണെങ്കിൽ നല്ല കൊടുക്കാം. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അറിയണോ? ഈ കുട്ടി ആരാ? എന്താണ് ഈ കുട്ടി ആരാ? അമ്മായിന്റെ മോന്? അറിഞ്ഞ അറിയില്ലേ? ഇതാരാ? ഇവിടെ അജ്ജ് പോയപ്പോ ഈ കുട്ടി ആരാറിയോ? ആ കുട്ടി ഏതാ? ഇതാരാ? അറിയില്ല. അത് പോയേക്ക്. ഇതാരാ? ഇതാരാ? ഈ കുട്ടി ആരാ? അറിയില്ല. ഇതാരാ? ഇരിക്കണ ആളാരാ? ഈ ഇരിക്കണ ആള് ഞാനോ? അപ്പൊ അതോ? അതോ ഇതോ? ഇന്നെ അറിയോ? അനക്ക് ഇപ്പൊ പറ്റിയ ടൈമാണ്. അഖിലിപ്പം പോണേ പോവാ, ഞങ്ങൾ ആരും തടയില്ല. അപ്പൊ മാറ്റിക്ക ഓക്കെ അല്ലേ? അല്ല ഇജെന്ത് ചെയ്യണം? എനിക്കിപ്പോ അഖിലമാണെന്ന് അറിയണേ. എനിക്ക് പോണോ? അഖിലപ്പം പോണോ? പ്രത്യേകിച്ച് പെൺകുട്ടികൾ അവിടെ ഇരിക്കാതെ ഇങ്ങോട്ട് വരി. ഞാൻ മുമ്പ് നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഞാന് പൂരിക്ക് പോയ സമയത്ത് ഇടയ്ക്ക് ഇങ്ങനെ വിളിച്ച ബിസി ആയിരുന്നു. നോർമൽ ടൈമിൽ അങ്ങനെ സാധാരണ ബിസി ആലില്ലല്ലോ, കാര്യമായിട്ട് ആരും വിളിച്ചിട്ടൊന്നുമില്ലല്ലോ. പിന്നെ അതിങ്ങനെ നോർമലായിട്ട് എപ്പോഴും വിളിച്ചുമ്പോ ഇടയ്ക്കിടയ്ക്ക് ബിസിയാണ്. മറ്റൊരു കോളിൽ നോക്കിയോ? വിളിച്ച പണ്ണത്തി പറയാണ് ആരെ വിളിച്ചണാവോ അന്നെ പറയണേക്ക. അങ്ങനെ ഓളിങ്ങനെ രജ്ജുന്ന ഒരിക്കലും പറഞ്ഞിട്ടെന്താ കാര്യമാണ്? നമ്മള് പ്രതീക്ഷിച്ചാത്ത കാര്യം കൂടിയല്ലേ. സിനുവിനോട് പറഞ്ഞു. പിന്നെ ഞാൻ സൂചിപ്പിച്ചിട്ടാണ് ഇങ്ങനെ. അല്ല ഇപ്പൊ അഞ്ചിപ്പോ എന്താ പറയണേ? എനിക്ക് അഖില വേണം തന്നെ പറയണേ. എനിക്ക് വേറെ ഒന്നും വേണ്ട. എനിക്ക് എന്റെ പേരക്കാരി ആരും വേണ്ട. അഖില മതിയോ? എന്താ വെച്ചാൽ വേണ്ടപ്പോ ഒന്ന് പോയിക്കാം. അഖിലാണ് കണക്കില്. മാറ്റിക്കളാ, ഞാൻ നില വിടും. അല്ല നോക്കി നോക്കണല്ലോ. ഓൾക്ക് അഖില വേണമെന്നുണ്ടെങ്കിൽ എന്നാ ചെന്ന് പോയിക്കാ. ഷംന എനിക്ക് എന്റെ അഖില വേണമെന്നുണ്ടെങ്കിൽ ചെന്ന് പോയിക്കാ. എനിക്ക് തുണിയും പായക്കണ്ടേ ഇരിക്കാണ്ട് അവിടുന്ന്. എന്നിട്ട് ഇവിടുന്ന് ആ താലി ഇട്ട് കളിപ്പറമ്പ് എന്താ അറിയപ്പോ അറിയാലേ. ആരും കൂടെ നിന്നിട്ട് ആൾക്കാരെ പറ്റിക്കാക്ക. അതാണ് ഇപ്പൊ ഇയാളെ വിഷമം കണ്ടപ്പം എന്താ പറയാ, എന്താ ഉമ്മാക്ക് ഒരാള് എന്താ പറയാല്ലേ, ഓള് അങ്ങനെ ഒന്നും ഓളെ വിശ്വസിച്ചൂല ഞങ്ങള്. കാരണം ഓളെ അക്കോലെ എല്ലാരും പറഞ്ഞു. ഉമ്മമ്മേ ഓളഞ്ഞിപ്പോ നോർമലാക്കിയതിന് ആരൊന്നും മിണ്ടണ്ട കേട്ടോ. ആരൊന്നും മിണ്ടണ്ട. നമ്മളൊന്നും അറിയാത്ത വൈകുന്നാല് ഓൾക്ക് ഇതൊന്നും അറിയില്ല. അങ്ങനെ വിശ്വസിച്ചിട്ട് കേട്ടിട്ടില്ല. ഞങ്ങളിവിടെ അങ്ങനത്തെ ഒരു ഇത് ഇവളെങ്ങനെ പോയി എന്നല്ലാതെ അങ്ങനെ മനസ്സിലായിട്ട് അങ്ങനെ കല്യാണം കഴിച്ചു. ഓള് നല്ല കുട്ടിയായിട്ട് ഞങ്ങളെല്ലാരും കണ്ടിട്ടുള്ളൂ. അത് ഓളാണെങ്കിൽ എപ്പോഴും പഠിത്തം നടങ്ങാണ്ട് ഇതൊരു വായനയും പഠിത്തം കണ്ടില്ലേ ഇപ്പൊ? ഇങ്ങനെ വായനയും കുളിയും എല്ലാം കഴിച്ച് ഒരുങ്ങലും
താത്താക്ക് എന്താ അഖിലിനെ കാണാൻ വേണ്ടിട്ടുള്ള ഒരുക്കലാണ്. താത്താക്ക് എന്താ പറയല്ലേ? അല്ല ഓൾക്ക് ഇപ്പൊ അഖിലിനെ വേണമെന്നുണ്ടെങ്കിൽ താത്താക്ക് എന്താ പറയല്ലേ? രണ്ടെണ്ണം കൊടുത്ത് ശരിയാക്കണം. അതുകൊണ്ട് കാര്യം ഉണ്ടാവോ? വീഡിയോ ഇടുമ്പോഴേ കുറച്ചൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തോണ്ടിട്ടോ മറ്റേ ഇങ്ങനെ അല്ല നിങ്ങൾക്ക് എന്താണേലും കുഴപ്പമില്ലല്ലോ. നിങ്ങൾ എന്തായാലും ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ പ്രൊമോഷന് വേണ്ടി ഇടുമ്പോഴേ അല്ല നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ നിങ്ങൾക്ക് വരാൻ പറയാൻ അങ്ങനെ കാട്ടല്ലോ. അവന്റെ കയ്യും കാലം തല്ലി ഇതാക്കാണ്ടേ അങ്ങനത്തൊക്കെ. എന്താ ഓന് ഞങ്ങൾ ഉഴപ്പം പോകുമ്പോഴൊന്നും ഓളക്ക് അങ്ങനത്തെ ഒരു ഇതും ഉണ്ടാവില്ല. പിന്നെ എങ്ങനെ എന്താ ഓളിപ്പോഴും പ്രമോഷനാണോ? ഓള് ഇവിടെ പ്രാങ്ക് ആണോ? പ്രാങ്ക് ഇങ്ങനത്തെ കാര്യങ്ങളാണോ പ്രാങ്ക്? കളിയാണല്ലോ പ്രാങ്ക്. ഇവിടെ എന്തുമില്ലാത്തൊരു കാട്ടിലും കേക്കലും പിന്നെ ഇറങ്ങട്ടെ. ഇവിടെ ശരിയാക്കും. ഞാൻ പേയ്മെന്റ് ഞാൻ അക്കൗണ്ട് കുട്ടി അക്കൗണ്ട് കുട്ടി നിങ്ങള് ലാസ്റ്റ് എന്റെ കുട്ടീനെ നേരാക്കി കുട്ടീനെ നേരാക്കി അല്ല നേരെ നേരായിക്കോട്ടെ. ചൂടാവും അമ്മ. ആദ്യത്തെ എന്തെങ്കിലും അല്ലെ എന്താ പറയാ ഈ പൈസന്റെ കാര്യത്തിൽ ആൾക്കാർ പിന്നെ അല്ല എനിക്ക് കുറെ അനുഭവം അങ്ങനെ ഉണ്ട്. മൂപ്പരാന്റെ പണിയാണ്. മൂപ്പരാനെ വെറുതെ അന്വേഷിച്ചല്ലോ. മൂപ്പര് കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട് വരണം എന്നുണ്ടെങ്കിൽ കല കായ് കൊടുക്കാം. ഇത് ഷംന പറഞ്ഞു പറ്റിക്കാൻ പറ്റിക്കൊന്നുമില്ല. ചെറിയപ്പോ നിങ്ങളെന്താ അല്ല എന്തിനാ നോക്കണേ? അമ്മായി എന്തിനും നോക്കേണ്ടി വരും. എന്തത് ചെറിയപ്പോ പൈസ എന്ത് പൈസ? നിങ്ങളൊക്കെ ബോധിപ്പിച്ചാണ്. അപ്പൊ നിങ്ങളെല്ലാരും കൂടെ കൊടുക്കേണ്ടി വരും. ചെറിയപ്പം എന്തിനാ വെക്കണേ? ചെറിയപ്പം ഓളെ മനസ്സിലിപ്പോ അഭിനാണല്ലേ. ആ ഇനിയിപ്പോ ചെറിയപ്പൂന് എന്തിനാ ആകെ നാട്ടുകാരെ അറിയിച്ചാൽ എന്തിനാ വെറുതെ കുടിച്ചോടുന്നോണ്ട് ആകെ നാട്ടുകാരെ അറിയില്ല. പിന്നെ അതിലേറെ ഇതാവില്ലേ. എന്തായാലും എന്താ പറയാ ഇതിന്റെ പേരിൽ ബ്രോ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇതും പറഞ്ഞിട്ട് എല്ലാവരുടെ ലൈഫിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. ഇതിപ്പോ ഓള് ഇങ്ങോട്ട് ഓളെ ഇതിലേക്ക് മാറിയെന്ന് വിചാരിച്ചോ. മാറിയ പിന്നെ ഒക്കെ നമ്മൾ ഈ സംസാരിച്ച ഓർമ്മ ഉണ്ടാവും. ഓളിപ്പോ 10ാം ക്ലാസ്സിലെ ഷംനയാണ്. ഇപ്പൊ നമ്മളിപ്പത്തെ ഷംനല്ല. ജീവിച്ചണം താല്പര്യമല്ല. അല്ല അത് എന്താ വെച്ചാൽ ആ ചെക്കൻ കുറച്ച് അടങ്ങാറാണ്. അതാണ് അതായത് ഇവര് മാരേജ് കഴിഞ്ഞ ആൾക്കാരാണ് സംഭവങ്ങളൊക്കെ അറിഞ്ഞിട്ടും മനസ്സിലായോ? അന്ന് മറ്റേ ചെക്കന്മാരെ പോലീസ് നോക്കിയില്ല. അതിലൊരു ചെക്കുണ്ട്. ആ ചെക്കന് ചെക്കന്മാരെ പോലീസ് നോക്കിയില്ലേ? അതിലൊരു ചെക്കൻ കുറച്ച് 200 അങ്ങനെ ഫ്രോഡാല്ലേ? ഇങ്ങനത്തെ ഫ്രോഡുകളാണല്ലോ ഇങ്ങനത്തെ പണിയെടുക്കാം. എന്നുവെച്ചാല് അല്ല എനിക്ക് പറയാനുള്ള കാര്യം എന്താ അറിയോ, ഇതിപ്പോ എന്തായാലും നിങ്ങൾക്ക് കുട്ടിയും കാര്യങ്ങളൊക്കെ ഇല്ലേ അല്ലേ? അപ്പൊ എങ്ങനെങ്കിലും എന്താ പറയാ അല്ല ഓളിപ്പോഴും പറയുന്ന അഖിലമാണെന്നാണല്ലോ. അല്ല പക്ഷെ ഇനി പറഞ്ഞ് എങ്ങനെങ്കിലും എന്താ പറയാ ആ ചെക്കനെ വിളിച്ച് നല്ല കൊടുക്കുക. അതിപ്പോ ആരോടെ നമ്മൾ ചോദിക്കണേ? ഓള അന്നത്തെ ടൈമല്ലേ? അന്നത്തെ ടൈം ഓൾക്ക് വേണല്ലോ. അല്ല ഓള് പറയുന്ന ഇപ്പൊ ഇത് അഖിലാണെന്നല്ലേ? ഇപ്പത്തത് ഓക്കെ. ഇനി ഓളത് അപ്പത്തെ എന്ത് ഇത് കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഓളെ നോർമൽ ആക്കിട്ട് ചോദിച്ചോളാം അഖിലാരാന്ന്. കാര്യം നോർമൽ ആക്കുന്നത് നോർമൽ ആക്കിട്ട് ചോദിച്ചു നോക്കട്ടെ. ഓൾക്ക് അഖിലാരാ പറയാൻ പറ്റുമോ? അതൊക്കെ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ഇല്ല അങ്ങനെ നമ്മള് പറയണ്ട. നോർമൽ ആക്കിന്റെ ചോദിച്ചാൽ ചോദിച്ചാൽ ആരാണോ ഷംനോ ആ വരല്ലോ ഒന്ന് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് കണ്ടിട്ടോ നോക്കാം. ഓക്കെ ഷംന വെയിക്ക്. എവിടെയാണ് ജി? എവിടെയാണ്? എങ്ങനെയുണ്ട്? എവിടെയാണ് ജി? വെള്ളമാർക്ക് നോക്കാം. ഇപ്പൊ ചെറിയപ്പോ ഇവിടെ എന്തൊക്കെ നടന്നു അറിയോ? ആ അതിനിപ്പനൊക്കെ ചെയ്തിട്ട് അടിപൊളിയാണ്. ചെയ്തിട്ട് ഞാൻ എല്ലാരും ചെയ്തു. അപ്പൊ ഇജ്ജ് എവിടെയാണ്? അറിയാനല്ല 5 മണി ചോദിച്ചോ. പോയി ഓയ് ഓയ് ഒക്കെ ഇപ്പൊ നിക്കും. ഒന്നല്ല അഖിലാര് ഷംന? ഇതൊക്കെ എന്താണ്? ഇതാരടുത്ത്? എന്റെ 10ാം ക്ലാസ് ഫോട്ടോഗ്രാഫ്. ഇത് പോർന്നറ്റിയേ ഇതാരൊക്കെ ഇതില് കൂട്ടാറ്റാള് ക്ലാസ് തോരോ. ഈ കൂട്ടാത്തിന്റെ പേരെന്താ? നിങ്ങളെ എന്നെ ഡ്രോപ്പ് ചെയ്യാം. ഞാൻ ഇറങ്ങട്ടെ. ചായ വേണ്ടേ?
ചെറിയപ്പോ എന്തേ അല്ലല്ല എന്തിനോട് ഉണ്ടാത്തേ ഒന്നുമില്ല, ഇവിടെ കുറച്ച് പരിപാടികൾ നടന്നു. എന്നോട് മുണ്ടാണല്ലേ എന്താണ് എന്താണ് തൊള്ളോന്ന് പറയും പറഞ്ഞു കൊടുത്തളാ. ചായ കുടിച്ചു, ആദ്യം ചായ കുടിച്ചിട്ട് ഓനെ പറഞ്ഞേക്കട്ടെ. എന്തിനോടൊന്നും ഉണ്ടാത്തേ ചോറങ്ങല്ലേ ഞാനവിടെ എന്തുകൊണ്ടാനാണ് ഞാൻ നീച്ചില്ല. എന്താണ് എന്താ ഉണ്ടാത്തേ എന്താണ് പറഞ്ഞു കൊടുത്തളാ. ഇമ്മ ഒച്ച വിളിണ്ടാക്കല്ലേ അമ്മ. ഓരോട് ഇവിടെയാണ് ഇമ്മ അഖിലിന്റെ കൂട്ടുകാരല്ല ആരും അല്ല. ആളുണ്ടപ്പോ എന്താണ് എന്താ പ്രശ്നം പറയും ആളുണ്ടോ ചോദിച്ചാണ്. ഷംന അതാരാ രീതിയാ കൂട്ടുകാരോ ഏത് കൂട്ടുകാരോ? അഖില് കൂട്ടുകാർ അപ്പൊ ഓനേതാകില്? ഞങ്ങൾക്ക് അറിയുന്നു. കൂട്ടുകാരന്മാരുണ്ട് എനിക്ക് കൂട്ടുകാരത്തി മാത്രല്ല കൂട്ടുകാരനും ഉണ്ടോ? എത്ര കൂട്ടുകാരന്മാരുണ്ട്? കൂട്ടുകാരന്മാരൊക്കെ പറയുന്നത് ഏത് കൂട്ടുകാരൻ മോളെ? വിളിച്ചലുണ്ടോ? ആ മെസ്സേജ് ആക്കലുണ്ട്. അന്റെ മാപ്പിള എത്തുണ്ടായിട്ട് ചോനെ വിളിച്ചപ്പോ വിളിച്ചതൊന്നും ഉറപ്പാണ് ചോദിച്ചില്ലാന്ന്? സത്യം പറഞ്ഞോ? അല്ല ഞങ്ങൾ ഇന്നപ്പലോടൊക്കെ ചോദിച്ചു നോക്ക്. എന്റെ എല്ലാ വീഡിയോ അതിൽ എടുത്ത് വെച്ചിരിക്കണേ. ഇതിപ്പോ ഇത്രയും നേരം എന്തൊക്കെ കാട്ടിയെന്നുള്ളത്. എന്താക്കി എന്താ ചെറിയപ്പോ പിടിച്ചാനേക്കാത്തെ താത്താനോട് ചോദിച്ചു ചോദിച്ചു ഇജ്ജ് എന്റെ ബാക്കിക്കാരോട് ചോദിക്കാം. ഇത് ചെയ്യണ എന്തൊക്കെയാ അതാ ചോദിച്ചെന്താ തൊങ്ങാട്ടോ നേരെ 10ാം ക്ലാസ്സൊക്കെയായി. അത് 10ാം ക്ലാസ് സൂപ്പർ അഭിനയം. താത്താണോ ഇജ്ജ് സംഭവം പറഞ്ഞ സത്യം പറ. അഖില് അഖിലുണ്ട് അഖിലിന്റെ കൂട്ടുകാരനാണ് അതിനകത്തിന്റെ ചെറിയ അല്ല ഇപ്പൊ എന്താ കോണ്ടാക്ട് എന്താ അഖിലിനായിട്ട്? ഒന്നുമില്ല. ഉറപ്പാണോ? ഞാൻ അതിലെ വീഡിയോ എനിക്ക് കാട്ടിത്തട്ടെ. ഇതിലെന്നാ കുറച്ച് വീഡിയോസ് ഉണ്ട്. ഇത്രയും നേരം ചെയ്ത കാര്യങ്ങൾ മൊത്തം ഉണ്ട് ഇതില്. എന്തിനാ ജിന്നെ നോക്കി പഠിപ്പിച്ചത് പറയ്. എടി പൊട്ടത്തിയേ ഇജ് അകലിനെപ്പോഴും വിളിച്ചലുണ്ട്. ആ ഇടക്കൊയ്വുണ്ടാകുമ്പോ വിളിച്ചതല്ല ഒന്നുമല്ല. എന്തിനാ വിളിക്കണേ? എനിക്ക് മാപ്പിളല്ലേ? ആ വിളിയൊന്നല്ല വെറുതെ വിളിച്ചു. അല്ല ഓനെന്നെ കെട്ടാൻ കേക്ക് അല്ല എന്റെ മൊത്തം കാര്യങ്ങൾ ഇതിലുണ്ട്. കൂട്ടാറ്റിയാണ് സിഫ്ന അല്ല കൂട്ടുകാരനാണ്. ആയിക്കോട്ടെ കൂട്ടുകാരനും കൂട്ടുകാരി ഒന്നും എനിക്ക് ശരിക്കും അമ്മായിയെ അമ്മായിയെ മാപ്പിള വേരി അതിന് ഞാൻ ചെറിയ അപ്പം നിന്നോട് ഉണ്ടാത്ത പറയുന്നുണ്ട്. വീഡിയോ കേട്ടിട്ടുമുണ്ട് മുണ്ടാല്ല കുറച്ച് കാണിച്ചു. ഞാൻ വേണമെങ്കിൽ വീഡിയോ മൊത്തം കാട്ടിത്തരാം എന്നിട്ട് ഇജ്ജ് പറ. അപ്പൊ അല്ല ഒരാൾ മതി അല്ലാതെ രണ്ടാളൊപ്പം കൊണ്ടാക്കി. അമ്മായി ചോദിച്ചു നോക്കി. ഒരു കുട്ടിണ്ട് അന്റെ മാപ്പിള എന്റെ പൊന്നുപോലെ വീഡിയോ കാണ്. എന്താണ് പറയുന്നത്? അപ്പൊ സിഫ്ന അപ്പൊ ഞാൻ പറഞ്ഞില്ല കുട്ടിയെ വീഡിയോ പാകിലാണ് താലി കെട്ടാൻ പോകും. ഉപ്പഴത്തെ എന്ത് കൂട്ടുകാരനാണേ വിളിച്ചലുണ്ട്. താലിയിട്ട് എവിടെയെങ്കിലും അമ്പലത്തിന്റെ പേര് പറഞ്ഞില്ലേ ഇപ്പൊ? അത് കല്യാണം കഴിഞ്ഞതിന്റെ മുന്നേ സ്കൂളിൽ പഠിച്ചു. ഇപ്പൊ എനിക്ക് ജോണും തമ്മിലുള്ള ബന്ധം പണ്ടാണ്. എന്ത് ഫ്രണ്ട് ബെസ്റ്റിയാണ് അല്ല ഒന്നുമില്ല. ഓന് മാത്രമുള്ള എനിക്ക് ഇജി ഇവിടെ ഷംന ഇവിടെ ഉണ്ടായ സംഭവം അറിഞ്ഞു കഴിഞ്ഞാ ഷംന ഇജി എനക്ക് ആ വീഡിയോ കാട്ടിത്തരാം. ഓനെപ്പോഴും പിന്നെന്താണ് അഖിലിനെപ്പോഴും ഒരാളോടെ പോങ്ങിക്കണല്ലേ. അപ്പൊ ചില സാധനം അപ്പൊ താത്താക്ക് അറിയില്ലേ? താത്താക്ക് അറിയില്ലേ? ഞാൻ താത്താക്ക് അമ്മായി എവിടെ വീഡിയോ എടുത്ത് ചെറിയ ഇടാനയക്കോ അന്നെക്കോലെ നാട്ടിച്ചത് ആള് കരഞ്ഞിട്ട് കണ്ണൊക്കെ ചെമ്പോത്തേക്കണ. ഇവിടെ വരും അമ്മായി എവിടെ എങ്ങനെ ചെറിയ
വിശ്വാസമായിട്ടില്ല എങ്ങനെ ഞാൻ അകലിനേറ്റ് പോകാൻ ആദ്യത്താണ് കുട്ടികളെ പറഞ്ഞതോ അടെ ഓനേതാ ഓനെ എവിടുന്നാ കൊണ്ടുവന്നിക്കാണ് എന്റെ സത്യം പറഞ്ഞ കസാലിട്ട് നല്ല നന്നായി എന്താ സംഭവം അറിയാം ഞങ്ങളിങ്ങോട്ട് ഉമ്മക്ക് ഇപ്പോഴും ഒന്നും മനസ്സിലായിട്ടില്ല ഉമ്മ എന്താ സംഭവം കുറച്ചേരായിട്ട് വെച്ച് തലറിഞ്ഞ മാറ്റിട്ട് ഞാൻ പോയി അവിടെ പോയി കിടന്നു സീരിയസ് അറിയില്ലേ സീരിയസ് പറയും ഞങ്ങളിപ്പോ എന്താ എന്റെ അറിയില്ല കാലിടാതെ സത്യം പറയാ എന്താ മമ്മ പേടിയും കൂടി ആളും പാടുന്നില്ല അതിന് ഏർപ്പെട്ട ഹാർമോട്ട് വെച്ചു അതില് മമ്മ എപ്പോഴും പറയില്ലേ വല്ലാത്തൊരു പ്രാങ്ക് ഇത് ആര് പണിയാ ഇന്റെ ഒറ്റക്കില്ല അതിന് പിന്നെ ഞാൻ വിചാരിച്ചു നമ്മളെ ചാനലിൽ എന്നെ നാട്ടിച്ച അങ്ങനെ ചോദിച്ചില്ലേ അപ്പൊ എന്താ ഞാൻ ചുണ്ട് പൊട്ടാണ് അതിന്റെ കടിച്ചു കുടിച്ച് ചിരിയാക്കാനേ പിന്നെ ഞാൻ എന്താ കജ്ജ് തൊട്ട് നോക്കണ്ടില്ല നിങ്ങളെ ഇങ്ങനെ സത്യം പറഞ്ഞ പേര് എവിടെ ഓന് കോഴിക്കോട് മണ്ണാർക്കാട് അമ്മായിനെ വിളിച്ചോണ്ട് ഇമ്മ ഇതിനുമാണല്ലോ ഷംന ഇവിടുന്ന് മയങ്ങലും ഷംനത്തിന്റെ അഖിലിന്നാണ് പറയലും ഇമ്മമ്മ ഒറ്റ പോക്ക ആന്ന് ഇമ്മമാണ് താത്തനോട് പാട്ടത് പ്രശ്നമാകും പാട്ടാത് താത്തനോട് ഞാൻ അന്ന് നോക്കണ്ടേ ഈ ഒന്നും ഉണ്ടാതൊക്കെ നമ്മളൊക്കെ ഓളെ നല്ല ഇങ്ങനത്തെ ഐഡിയ ഇവിടെ നമ്മുടെ മമ്മ തേറി മമ്മ പഠിച്ചിന് കാരണം സമയം ഇങ്ങനെ ചെയ്യൂല കണ്ണുക്കൊക്കെ കണ്ണിങ്ങനെ ആയത് കുറച്ച് ഈ പരിപാടി ചൂടല്ലേ നല്ല ചൂടാട്ടോ അല്ല എനിക്കായിട്ട് മാത്രം ഉണ്ടാക്കിയാൽ എന്റെ ഉമ്മാക്ക് എന്താ രണ്ടു വാക്ക് എന്താ വാക്ക് ഓള് രാവിലെ എപ്പാനെ കൊണ്ടുപോകാൻ വന്നപ്പോ അലമാരുടെ മേലെ തപ്പുണ്ട് ഇതൊക്കെ കണ്ടില്ല ഈ ഓട്ടോഗ്രാഫ് എടുത്ത് കൊണ്ടുപോയതാണ് അതില് എഴുതണ്ടേ എഴുതി അപ്പൊ ഞാൻ ചോദിച്ചിട്ട് കത്ത് എവിടെ ഓട്ടോഗ്രാഫ് അല്ലേ ചോദിച്ചു ഞാൻ അടിയിൽ കത്തല്ലേ കൊടുത്തിക്കണ അത് അത് ഓല് പ്രാങ്ക് ചെയ്യാൻ വേണ്ടിട്ട് ഇരുന്ന എഴുതിയാണേ എഴുതിയാണേ അഭിനയം ഭയങ്കരമായില്ലോ ഞാൻ സത്യമാണ് ചെറിയപ്പോ ഇടയ്ക്ക് ചിരിച്ചിട്ട് അവിടെ നിന്ന് ചിരിച്ചപ്പോ ഞാൻ ചോദിച്ചില്ലേ എന്താണ് ഇതൊക്കെ കൊറേ ഇങ്ങോട്ടും കൊറേ മുന്നേ അവസാനിപ്പിക്കാൻ പറഞ്ഞേ ഞാൻ നിങ്ങൾക്ക് 10 അധികം കിട്ടിക്കോട്ടെ എന്തായാലും മമ്മ എങ്ങനെയുണ്ട് പ്രാങ്ക് എങ്ങനെയുണ്ട് ഈ വീഡിയോക്ക് പൈസ ഒന്നും കിട്ടൂല അമ്മായി എവിടെ അമ്മായിയേ വരി ചായ കുടുംബകാലം നിന്നു അത് വലിയൊരു ഹൈവ് പ്രാങ്ക് ആയാലും വേണ്ടില്ല പച്ചോനെ ഉണ്ടെങ്കിൽ എന്റെ അവസ്ഥ തല്ലി കൊല്ലണം പറഞ്ഞു അതങ്ങനെ തന്നെയാണ് എന്തോലും വീഡിയോ ആണല്ലോ ഉണ്ണിക്കണേ ഞാനേ കൊഞ്ഞാണ് അങ്ങനെ നോക്കണേ ഇജി ചാടി കയറി പിടിച്ചും കൂടി ചെയ്തിട്ട് സെറ്റ് ആയിരുന്നതാ ഞാൻ വിചാരിച്ചു ഉത്തരിക്കാണ് ഇജി ചെറിയപ്പൻ ഇപ്പൊ ചാടി കയറി പിടിച്ചെന്ന് അല്ലെ ഇത് നമ്മുടെ സത്യത്തില് ഐഡിയ ഫസ്റ്റില് പറഞ്ഞപ്പോഴേ ഇത് വല്ലാതെ ഇത് വർക്ക്ഔട്ട് ആവുന്ന എന്റെ മനസ്സിലില്ല പിന്നെ ഞാൻ അനുവിനോട് പറഞ്ഞു അനു എങ്ങനെ ഉണ്ട് അപ്പൊ അനു പറഞ്ഞു നൈസാണ് സെറ്റ് ആക്കി കാണും പിന്നെ മോട്ടർ ഇജ്ജുണ്ടല്ലോ അഖിലിനൊപ്പം പോണാനി ഞാൻ ഇതിക്ക് പോകും ഞാൻ എന്നെ വിചാരിച്ചേ അഖിൽ ഇജ്ജെന്താ പൊടക്കണ് ഇറങ്ങി പോണാനി അപ്പൊ ഞങ്ങൾ അനുഗ്രഹിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോ കൊറേ വർത്താനങ്ങൾ അങ്ങനെ ഇവിടെ ഒക്കെ മാറി മാറിക്കണേ ഇവിടെ ആർക്കും ഒന്നിനും കത്തിയിട്ടില്ല ഇതിന്റെ വർത്താനം ഓന്റെ നോക്കണ്ട ഓൻ നല്ല actor ആണ്, ഓ നല്ല അഭിനയിച്ചു ഓൻ ശരിക്കും അഭിനേതാവാണ്. വിശ്വസിക്കണേ അതിനാണ് ഓനിക്കത് ശീലണ്ട് ഓന് അതായത് ഇമാതിരി പരിപാടി വർഷം ഇതേമാതിരി നമ്മളെ വീഡിയോ എടുക്കുന്ന ആളാണ് ഓന് ചായ അടിച്ചാക്കണെന്നിട്ട്
കലക്കി കുടിച്ചു കാട്ടി കൂട്ടിട്ട് എന്നോട് ഒരു 25,000 കൊണ്ടോ അതെ അതെ കണക്ക് 25,000 പൈസയുടെ കേസാണ്. കാര്യം പറഞ്ഞേ അപ്പൊ ഞാൻ പരിപാടി പൊളിഞ്ഞു വിചാരിച്ചു. ഞാൻ പലരോട് 10,000 ഞമ്മക്ക് കിട്ടുന്ന പറഞ്ഞാ കൊടുക്കുന്നത്. അതോ ഇപ്പോൾ പറയാ കണ്ണു ഇമ്പാണ് അതന്നെ ഇമ്മ കൊറേ തിരിയിടലോ തുടങ്ങിയേക്കണേ. നിങ്ങളത് കൊളാക്കും, നിങ്ങൾക്ക് കത്തും. അപ്പൊ നിങ്ങൾ അടിയിൽ കയറി കൊളാക്കും. അമ്മായിനോട് പറയാ. അപ്പൊ അനു പറയണ്ട, പറയാത്ത എന്തായി. അപ്പൊ ഒന്ന് ടെസ്റ്റ് ചെയ്തതാ. അപ്പൊ നിങ്ങൾക്ക് കുയിമ്പി. അപ്പൊ അതുകൊണ്ടൊരു ഇത് കിട്ടി. അപ്പൊ പിന്നെ ഇമ്മാക്ക് തല നീച്ചു ഞാൻ പോയി ഇമ്മ എന്തറിയോ ഇമ്മ സംഭവം ഉണ്ടായപ്പോ ഞാൻ പോട്ടെ, ഞാൻ ഉള്ളിക്കോട്ടെ. ഉമ്മ നൈസായിട്ട് മിന്നി. എന്താ കാട്ടിക്കണം മമ്മ? സോഡിയം ഒക്കെ ഇപ്പൊ പോയിനി. ഇമ്മമാരുടെ പണ്ടത്തെ കഥൊക്കെ പറഞ്ഞിട്ട് അല്ലേ ഞാൻ ഇറങ്ങി പോണോ, ഓരോ കയ്യും പിടിച്ച് മകളിന്റെ കയ്യും പിടിച്ചൊക്കെ പോണം വിചാരിച്ചിനി. അത് നൊലോളി തുടങ്ങി. പിന്നെ ഞാൻ അതാണ് പറഞ്ഞേ നിങ്ങളെ വെച്ച് വലിയ വിശ്വാസം. ഉമ്മ അവിടെ എന്റെ കൂട്ടുകാരത്തിന്റെ പേരെന്താ അവസാനിച്ചു ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പക്ഷെ ഇടയിൽ ഡൗട്ടുകൾ ഇങ്ങനെ വരുന്നുണ്ട്. ഇവിടെ കരഞ്ഞ പിന്നെ അപ്പൊ നിർത്താ. അപ്പൊ ഞാൻ തല പറഞ്ഞാണ്ട് മതിയാറുണ്ട്. ഞാൻ സൈന് കൊടുത്തിട്ടാണ്. ഞാൻ അങ്ങനെ ചൊറിയുമ്പോ നിർത്തിക്കും. മറ്റേ 40 കോള് കട്ട് ചെയ്തില്ലേ കരിഞ്ഞ് പോയിക്കണോ? അതിന്റെ ടെക്നിക്കാണ് നമ്മൾക്ക് കണ്ടില്ല. അങ്ങനെ ഉണ്ട്. അതാണ് പറഞ്ഞത് ഇതെന്തിനാ പറയുമ്പോ ഇന്നത്തെ വീഡിയോയില് ഞങ്ങൾ കൊറേ ആൾക്കാരൊന്നും വിചാരിച്ചിട്ടില്ല. എല്ലാരും വന്നിക്കണ്. അതുകൊണ്ട് എല്ലാവർക്കും പ്രായം ഇങ്ങോട്ടൊക്കെ തിന്നല്ലേ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഏറ്റത് അമ്മായി, ഇമ്മമ്മ, ഇമ്മ ആരും കാണൂല. ഉള്ളിലുള്ള കണ്ടന്റ് കാണുള്ളൂ. എല്ലാരും ഉണ്ട്. ഇതാണ് നമ്മുടെ പോയി ചാടിച്ചു. നടന് വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം അല്ലേ. ഇത് കഴിഞ്ഞിട്ട് വേണം ഉപ്പാന്റെ കാര്യങ്ങളൊന്ന് ചോദിച്ചാൽ അതിന് ഓളെ തന്നെ കഴിഞ്ഞിട്ട് ചഞ്ചടി നേരല്ല പോണം പറഞ്ഞു അതിന്റെ ബാക്കിയൊക്കെ. അപ്പൊ ഞാൻ അടുത്ത വീഡിയോയില് കാണാം. എല്ലാവർക്കും പറഞ്ഞു എല്ലാവർക്കും അസ്സലാമലൈക്കും. ഇതിങ്ങനെ അവസാനിച്ചത് നന്നായില്ലേ. എല്ലാവർക്കും അസ്സലാമലൈക്കും. ആകപ്പാടെ